മൊയ്ത് സാറ്. പേര് അബ്ദുൽ കരീം എന്നാണ്. സ്ഥലം മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, പ്രദേശം ചങ്ങലേരി. ഏതായാലും ഒരു ഉൾഗ്രാമമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ചെറിയ കാലം കൊണ്ട് ഒരു STC പിടിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ചെറുതൊന്നും അല്ല, എന്നാലും കുറെ പിടിച്ചിട്ടുണ്ട്. ഏതായാലും സാറ് വലിയ പുകഴ്ത്തിയും കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് STC ഒക്കെ ആയിരുന്നില്ല, എന്നാലും 4 വർഷമായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൈ ലൈഫിലത്തെ അല്ലാതെ തന്നെ പുറത്തൊരു എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ പതിക്കാൻ പോവാം. എന്നെ കരീം സാർ ഇന്നലെ വിളിച്ചു, പരിചയപ്പെട്ട്. നേരത്തെ പരിചയമുണ്ട്. നമ്മളെ പ്ലാറ്റ്ഫോമിൽ തന്നെ കരീം സാറൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ സെറ്റായപ്പോൾ ഒരു മോർണിംഗ് മീറ്റ് വേറെ പുതുതായി കൊണ്ട് സെറ്റാക്കിയതാണ് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും കാണാത്തത് കൊണ്ട് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പൊ അത് ഏതായാലും അത് അറിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇത്രയും രാവിലെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. നമ്മളൊക്കെ വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ സാധാരണ നമ്മുടെ എന്തെങ്കിലും ഒരു അവസരങ്ങളായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ വാപ്പയൊക്കെ കൃഷി മേഖലയിലാണ്. കൃഷി മേഖല എന്ന് പറഞ്ഞാൽ വാഴ, ചേമ്പ്, ചേന എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ. അത് സ്വന്തം സ്ഥലത്താണെങ്കിലും അപ്പുറത്ത് വേറെ ആളുകളുടെ സ്ഥലത്താണെങ്കിലും ഫുൾ ടൈം ആയിക്കൊണ്ട് കൃഷി മേഖലയായിരിക്കും. രാവിലെ നേരം വെളുത്താൽ എല്ലാ നമ്മളെ വീട്ടിലത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇറങ്ങി അങ്ങനെ വൈകുന്നേരം വരെ അത് എന്താണ് കൃഷിയോട് മല്ലിടുന്ന ആയിരുന്നു. അപ്പൊ ഏതായാലും നമ്മളും ആ ഫീൽഡിൽ തന്നെയല്ലാണ് ആവുക. എങ്ങനെയായാലും പഠനം 7ാം ക്ലാസ് വരെ എത്തിയപ്പോൾ അത് നിർത്തേണ്ടി വന്നു. സാഹചര്യങ്ങളാണ്. അങ്ങനെ പിന്നെ വാപ്പാനെ സഹായിക്കേണ്ട കൂട്ടത്തില് കൃഷിയുമായിട്ട് അങ്ങനെ മല്ലിടുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്ഥലത്ത് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെട്ടലും, അതിനോട് കൂടെ തന്നെ പഠനം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള നിലക്ക് ടൈലറിങ് പഠിക്കാൻ പോയി. അത് പഠിച്ച് അതിനോട് കൂടെ അപ്പൊ പിന്നെ അതൊരു ജോലിയായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യുന്ന അവസ്ഥയിൽ എല്ലാതും നമ്മൾ ചെയ്യണം എന്നുള്ള അവസ്ഥ. വീട്ടിലത്തെ ഏറ്റവും മൂത്ത മകനാണ്. 4 ആണുങ്ങളും 3 പെണ്ണുങ്ങളും ഒക്കെയാണ് അവസ്ഥ. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും അതില് വാപ്പാന്റെ കൂടെ ഉമ്മയും പോകും. അപ്പൊ പിന്നെ നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ നമ്മളുമാണ് പോകും. അപ്പൊ അത് ആ ഒരു കൃഷി കൂടെ അങ്ങനെ പോണ സമയത്ത് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും അതില് വെട്ടേണ്ട സമയമായപ്പോ പിന്നെ അത് വെട്ടല് തുടങ്ങി. അപ്പൊ അതിന്റെ കൂട്ടത്തില് അതൊരു 10 മണിയാകുമ്പോഴത്തേന് കഴിയുന്ന ജോലിയാണല്ലോ റബ്ബർ വെട്ട് എന്നൊക്കെ പറയുന്നത്. പണി നല്ലോണം ഉണ്ടാവും. പക്ഷെ എന്തായാലും നേരത്തെ നമ്മളൊരു 3 മണിക്കൊക്കെ പോയാൽ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേനൊക്കെ അതിന്റെ പരിപാടി കഴിയും. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ടൈലർ പണി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടൈലർ പണിയും അതോടുകൂടെ തന്നെ നമുക്ക് എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയാണല്ലോ മൊത്തത്തിൽ. നമുക്ക് പണത്തിന്റെ എന്താ പറയാ, ചെലവുകൾ കൂടുതലാവുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും തികയില്ല. അപ്പൊ അതുകൊണ്ട് റബ്ബർ ടാപ്പിങ്ങിനോട് കൂടെ ഒരു പലചരക്കുകടയും ചായക്കടയും ടൈലർ കടയും ഇങ്ങനെ 4 സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു 4 മണിയൊക്കെ 5 മണിയൊക്കെ ആകാൻ സമയത്തേക്ക് കടയൊക്കെ അടച്ചിട്ട് പാപ്പാന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ ഇവിടെ ആളുകൾ വരൽ തുടങ്ങുമല്ലോ കടയിൽ. അപ്പൊ അതങ്ങനെ എന്തായാലും അങ്ങനെ ഒരു കൃഷിയും ജോലിയും ഒക്കെ പാടെ പോണ സമയത്ത് ഇത് നഷ്ട സാധ്യത ഉള്ള ഒരു ബിസിനസ്സാണ്. നമ്മൾ പലർക്ക് കേടാന്ന് പറഞ്ഞാൽ തക്കാളി, ഉള്ളി, മുളക് എല്ലാം വലിച്ചെറിയേണ്ടി വരും കേടുന്നു പോകുമ്പോൾ, അല്ലെ? അപ്പൊ അങ്ങനെ പോയി. കച്ചവടങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. റബ്ബർ വെട്ടുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ടൈലറിംഗ് ഉണ്ട്. ഇതൊക്കെ പാടെ ആവുമ്പോൾ എല്ലാതും ശരിക്കും പറ്റൂല. ഏതെങ്കിലും ഒന്നൊക്കെയാണ് ശരിക്കും നല്ലത്. പക്ഷെ എന്നാലും നമ്മളെ അവസ്ഥക്കനുസരിച്ച് എല്ലാതും ഓരോന്നായിട്ട് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി. അത് ഒരു 2-3 വർഷം അങ്ങനെ പോയപ്പോ ഒരു 10-25,000, 30,000, 50,000 ഒക്കെ കടത്തിലായി മാറി. കാരണം ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇതിങ്ങനെ പോയാൽ ശരിയാവൂല എന്നുള്ള ലെവലില്. പിന്നെ ഇപ്പൊ നമുക്ക് ആകെ നമ്മൾ കരുതുന്നത് എന്താണ്, നമുക്കൊരു ഗൾഫിലേക്ക് പോവാന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കാറില്ല. അവിടെ പോയാൽ നല്ലോണം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മളെ വിചാരം. പക്ഷെ അവിടെ പോയി
അവിടെ പോയി നോക്കുമ്പോഴും അവിടുത്തെ അവസ്ഥകളൊക്കെ വളരെ പ്രയാസമായിരുന്നു. ചെയ്തിരുന്ന ജോലി ചെന്നക്ക് നമുക്ക് ജോലി കിട്ടിയത് ഗന്തൂർ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് കമ്പനിയിലാണ്. ഏതായാലും നമ്മളെ ജോലിന്റെ ഒരു എന്താ പറയാ, ഏതൊരു പണി കിട്ടിയാലും നമ്മളത് ഉത്സാഹത്തോടെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെ ആ മേഖലയിൽ ചെന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ നല്ല ഭാരമുള്ള ജോലി അവിടുത്തെ മാനേജർ കൊടുത്തു. പക്ഷെ എനിക്ക് അതിന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള പൗഡറുകളും അതിന്റെ കെമിക്കലുകളും അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് തരുമ്പോൾ അത് എടുത്തു കൊടുക്കുന്ന പണി. അപ്പൊ അങ്ങനെ നമുക്ക് ജോലി കയറ്റം കിട്ടി ചെറുതായി കയറ്റം കിട്ടി. ഫോക്ക് ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, മെഷീൻ കൊണ്ട് ഇങ്ങനെ മറ്റേ റാക്കിൽ നിന്ന് എടുത്തിട്ട് താഴത്തേക്ക് വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ജോലി കൂടിയൊക്കെ പോയി അവിടെ നല്ലൊരു സ്ഥാനത്ത് എത്തി. പക്ഷെ എങ്കിലും അത് ഒരു കോൺട്രാക്ട് കമ്പനി ആയതുകൊണ്ട് അവർക്ക് നല്ലോണം സാലറി കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് തരുന്നത് വെറും തുച്ഛമായ 800 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ ആലോചിച്ചാൽ അന്നൊക്കെ 10,000 റുപ്യൊക്കെ ഉണ്ടാവുക തോന്നുന്നുണ്ട് ഉണ്ടായിരുന്നത്. ഏതായാലും അതുകൊണ്ടും തികയാത്തത് കൊണ്ട് അവിടെ ഒരു പവർ ടൈം എന്നുള്ള നിലക്ക് ടൈലറിന്റെ ഓവർ ടൈം എടുക്കാൻ പോകും. അപ്പൊ രാവിലെ 8 മണി മുതൽ 5 മണി വരെ കമ്പനിയിലും അതിനുശേഷം ഒരു 10-11 മണി വരെ ഈ ടൈലർ പണി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടുന്ന് നമ്മൾ ദിവസമൊക്കെ കായൊക്കെ എടുത്ത് പോയാൽ ആ കടം വീട്ടണമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പണിയെടുത്തിട്ട് പിന്നെ ഈ കടം വീട്ടണം. ഈ കടം വീട്ടുമ്പോഴത്തേക്ക് നമുക്ക് പോരാനാവുമ്പോൾ അവിടുന്ന് കുറച്ച് കടം മേടിച്ച് ഇങ്ങോട്ട് പോരും. വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണല്ലോ. അവിടെ കൊടുന്നില്ലെങ്കിലും പ്രശ്നം. അപ്പൊ നമ്മൾ പല വീഡിയോസിലൊക്കെ കാണാം, നമുക്ക് ഗൾഫിൽ പോയിട്ട് വന്ന ആളുകളുടെ കഷ്ടപ്പാടുകളൊക്കെ, അതൊക്കെ കോമഡി ആയിട്ടൊക്കെ കാണാമല്ലോ അല്ലെ. ഏതായാലും അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സാധനം കൊണ്ടുവരണം. അപ്പൊ അവിടെ കടായി, ഇവിടുന്ന് പിന്നെയും അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ ഇവിടെ കുറച്ച് ഒരു 5-6 മാസം നിൽക്കുമ്പോൾ ഇവിടെയും കടായി. അപ്പൊ അവിടെയും കടം ഇവിടെയും കട, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഇങ്ങനെ 10-12 വർഷം ഗൾഫ് മേഖലയിൽ കൂടി അങ്ങനെ കടന്നു കളിച്ചു. എന്തായാലും അൽഹംദുലില്ലാ എന്റെ സാമർഥ്യം കൊണ്ട് 1 ഏക്കർ സ്ഥലവും ഒരു വീടും ഉണ്ടാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ വാപ്പ തന്ന ഒരു 10 സെന്റിൽ വീട് വെച്ച്, വാപ്പ അമ്മായികൾക്ക് കൊടുത്തിരുന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, 1 ഏക്കർ സ്ഥലം, അത് ഞാൻ എടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു 10-12 കൊല്ലം അവിടെ നിന്നു. ഏതായാലും അവിടെ പോയത് നമ്മളിപ്പോ പല കോടീശ്വരന്മാരെ നമ്മൾ കാണലുണ്ട്. ഇപ്പൊ നമുക്ക് യൂസുഫ് അലിനെ തന്നെ പറയാലോ. അവിടെ പോയാൽ പെട്ടെന്ന് കാശുണ്ടാക്കാൻ കരുതിയിട്ടാ പോണത്. പക്ഷെ അവിടുത്തെ കഥകൾ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുക. അവരൊക്കെ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടായിരിക്കും. യൂസുഫ് അലി സാറിന്റെ കഥ പറയുമ്പോൾ 35 വർഷം ഗൾഫിൽ ഇടങ്ങേറായി ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അവിടുന്ന് അങ്ങനെ പിന്നെ ലുലു മാളുകൾ തുടങ്ങി അങ്ങനെ അങ്ങനെ വലിയതായി വന്നു അല്ലെ. അപ്പൊ എന്തിനും ആദ്യം ഒരു കഷ്ടപ്പാടുണ്ട് എന്നപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പല മേഖലയിൽ കൂടെ ആണെങ്കിലും കഷ്ടപ്പാടുകൾ നല്ലോണം അനുഭവിച്ചാൽ നമുക്ക് അതിന് ഒരവസാനം ദൈവം നമുക്ക് നല്ലൊരു അനുഗ്രഹങ്ങളോട് കൂടി തരും. അതിന് നമ്മൾ എന്ത് വേണം, ക്ഷമ, സബൂർ എന്നൊക്കെ പറയും. ഇതൊക്കെ വേണം. ഏതായാലും അങ്ങനെ കഷ്ടപ്പെട്ടത് കൊണ്ട് 1 ഏക്കർ സ്ഥലം ഉണ്ടായി. അതില് അതിന്റെ ഒരു റബ്ബറൊക്കെ വെച്ച് സെറ്റായി. അപ്പൊ പിന്നെ ഇനി എന്തായി, ഇനിയിപ്പോ ഏതായാലും അവിടെ ഇല്ല, അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. കാരണം നമ്മൾ മനസ്സിലാക്കി ഇത് ഒറ്റക്ക് ചെയ്യേണ്ട പണിയല്ല. അവിടെ മറ്റുള്ളതൊക്കെ കാണുമ്പോൾ കമ്പനികളാണെങ്കിലും ഫാക്ടറികളാണെങ്കിലും ഒറ്റക്കല്ല അവിടെ മുതലാളിമാരാകുന്നത്, പല ആളുകളെ വെച്ചുകൊണ്ടാണ് മുതലാളിമാരാകുന്നത്. ഏതായാലും അവിടുന്ന് പോന്നു. നാട്ടിൽ വന്ന് വീണ്ടും എന്തെങ്കിലും ഇപ്പോൾ അവിടുന്ന് പോന്നാൽ പിന്നെ ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അവിടെ ഇപ്പൊ നമുക്ക് അവിടുന്ന് ഇപ്പൊ ഉണ്ടാക്കിയതാണെങ്കിലും എന്നും എന്തായാലും എത്ര നമ്മളെയൊക്കെ കാശുണ്ടെങ്കിലും അതൊക്കെ അന്നന്ന് കഴിയുന്നതാ. അന്നന്ന് ചെലവാക്കിയാൽ നമ്മുടെ അതിങ്ങനെ കുറഞ്ഞു വരും അല്ലെ. ബാങ്കിൽ ഡിപ്പോസിറ്റ് ആണെങ്കിലും ഒരു 10 ലക്ഷം ഉണ്ടെങ്കിലും അതിന് ഡെയിലി നമ്മുടെ ചെലവിന് ഇങ്ങനെ എടുക്കുമ്പോൾ അതൊന്ന് എന്തായാലും കുറയും. അപ്പൊ നമ്മള് എത്ര ഇല്ല ആളുകളാണെങ്കിലും വരവില്ലെങ്കിൽ ഇല്ല സംഗതി കുറവ് വരും അല്ലെ. അതിന്ന് അങ്ങനെ എടുത്ത് കുറെ ഇവിടെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇല്ല കൊടുന്നതൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി ഒരു മാർഗം എന്തെങ്കിലുമൊക്കെ വേണമെന്നില്ല നിലക്ക് ഇപ്പൊ നമുക്ക് അറിയണത് ടൈലറിങ് അറിയും, അതല്ലെങ്കിൽ കച്ചവടം, വണ്ടി, ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ അറിയും. മേഖലകൾ കുറേ അറിയും. പക്ഷെ എങ്കിലും അതിലൊന്നും ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് വേറെ അറിയുന്നതാണ് ഇപ്പൊ ടാപ്പിംഗ്, റബ്ബർ അല്ലെ. അപ്പൊ റബ്ബർ വെട്ട് അറിയുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഷോർട്ടറിന് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ അതിൽ നല്ലോണം കൈസിലാകുക എന്നൊക്കെ മനസ്സിലാക്കി. കുറെ ആളുകളൊക്കെ കൈസിലാകലുണ്ട്. പക്ഷെ എന്തോ നമ്മൾ ഒരു 10 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഒരു ഷോർട്ടറിന് എടുത്തു. അതങ്ങനെ വെട്ടി. അപ്പൊ ആ സമയത്ത് 250 റുപ്യ സീറ്റിന് വില ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ കണക്ക് കൂട്ടും. കണക്ക് വെക്കുമ്പോൾ ഒരു 300 മരം ഉണ്ടെങ്കിൽ 300 മരത്തിന് നമ്മൾ ഒരു
മരത്തിന് നമ്മൾ കണക്കുമ്പോൾ ഒരു 300 ഉറുപ്പി അല്ലേ? അപ്പൊ അങ്ങനെ കണക്കൂട്ടുമ്പോൾ 9 ലക്ഷം ഒക്കെ അതിന്റെ ഇനി പാലും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ 10 ലക്ഷം, ഒരു 10-20 ലക്ഷം നമുക്ക് കിട്ടും. ഏതായാലും 10 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം ലാഭമാകും എന്നൊക്കെ കണക്കൂട്ടാനൊക്കെ വേഗമുണ്ടല്ലോ. പക്ഷെ അത് അങ്ങോട്ട് എത്തി വരണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. അത് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കിയിട്ടുണ്ടാവും, മനസ്സിലാകുന്നതുമാണ്. എന്തായാലും അത് അങ്ങനെ ചെയ്ത് കാലാവധി കഴിയുന്ന സമയത്തേക്ക് ആയപ്പോഴത്തേന് ഇത് എടുത്ത് വെട്ട് തുടങ്ങിയ സമയത്തേക്ക് തന്നെ നമ്മളെ ശരിക്കും പറഞ്ഞാല് അതൊന്നും പറയാൻ പാടില്ല. ഏതായാലും അന്ന് ഉമ്മൻചാണ്ടി ഭരണത്തിലായിരുന്നു. അന്ന് സീറ്റിന് 250 വില ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഞാൻ സീറ്റ് തോട്ടം എടുത്ത സമയത്തേക്ക് എന്തായി, ഭരണം മാറി. അവിടെ സീറ്റ് 150 ആയി. 150 നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ചെലവും ഒരേ മാതിരി പോയി. അപ്പൊ അവിടെ കൊടുക്കേണ്ട 10 ലക്ഷത്തിലേക്ക് 5 ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 5 ലക്ഷം എന്തായാലും അവസാനത്തിൽ കടത്തിൽ അവസാനിച്ചു. ഉം. അതങ്ങനെയായി. അത് കഴിഞ്ഞു പോയപ്പോ അതിന് ശേഷം പിന്നെ എന്ത് കാട്ടി, അതൊക്കെ മുറിക്കാനൊക്കെ കൊടുത്ത് അവിടെ 5 ലക്ഷം കടത്തിൽ മുന്നോട്ട് പോയപ്പോൾ 5 ലക്ഷം അല്ലത് പിന്നെ നമുക്ക് എന്തായാലും ജീവിച്ചു പോകണല്ലോ എന്നുള്ള നിലക്ക് ഗൂഡ്സ് ഒരു ചെറിയ തേങ്ങ കച്ചവടം, അടക്ക കച്ചവടമൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി. ഇതും നിക്കക്കള്ളിയില്ല, പിടിച്ച് നിൽക്കാനാവാതെ അതും പൊട്ടിപ്പാളീസായി. അപ്പൊ രണ്ടാമത്തെ പരിപാടി അവിടെ അവസാനിച്ചു. അതിനുശേഷം ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള അവസരത്തിൽ നമുക്കിങ്ങനെ നോക്കുമ്പോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഒരു വിജയം കാണുന്ന സാധ്യതകളിലേക്കാണല്ലോ നമ്മൾ പിന്നെ പോവുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ഫാമിലേക്ക് എത്തിയത്. അപ്പൊ ആട്, കോഴി, താറാവ് ഇതൊക്കെ പാടെ ഇങ്ങനെ ചെറുമട്ടത്തിൽ ഇങ്ങനെ കുറേശ്ശെ ചെയ്തു എന്ന് പറഞ്ഞാൽ 2-3 പശുക്കളൊക്കെ മേടിച്ചിട്ട് ഈ ഫാമിൽ നിന്നുള്ള സംരംഭം തുടങ്ങി. അത് തുടങ്ങിയപ്പോ ഭാര്യക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടാണ് ഒരു പയ്യുള്ളത്. ബാക്കി 2 പൈസ നമ്മളെയൊക്കെ കാശില്ലുകൊണ്ട് അങ്ങനെ തുടങ്ങുന്നത്. ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഭാര്യന്റെ കൂടെ അവരുടെ കൂട്ടുകാരിക്കും ഒരു പശു കിട്ടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന്. ഏതായാലും അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് 1-2 ആടുകളൊക്കെ മേടിച്ച്, നമ്മളെ ഈ 1 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റബ്ബറൊക്കെ മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. ആലോചിക്കണം, കഥ ആലോചിക്കണം. സംഗതി ഒരു വരുമാനം റബ്ബറിൽ നിന്ന് കിട്ടുന്ന സംഗതികളൊക്കെ മുറിച്ചിട്ട് അതിനേക്കാളും വരുമാനത്തിലേക്ക് എത്താന്നുള്ള ലെവലിലേക്കാണ് ഇപ്പൊ നമ്മള് ഈ ഫാമൊക്കെ തുടങ്ങിയിട്ട് മുന്നോട്ട് പോണത്. എന്തായാലും അതിന് കമ്പിവേലിയൊക്കെ ഇട്ട് ഇത് നല്ല സെറ്റപ്പിലാക്കി, പന്നികളും കുറുക്കനും ആടുകളും അങ്ങനെ സംഗതി നായ്ക്കളൊന്നും ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിലൊക്കെ ആക്കി ഫാം സെറ്റപ്പാക്കി അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇത് അങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് കാലിനൊരു തരിപ്പ്, കയ്യിനൊരു തരിപ്പ്. നമുക്കിത് ചെയ്യാത്ത ജോലിയാണല്ലോ. അപ്പൊ അതങ്ങനെ പുതിയതായിട്ട് ചെയ്തപ്പോ എന്തായി, കയ്യിനും കാലിനും തരിപ്പ് വന്നു. ഈ തരിപ്പ് വന്ന സമയത്താണ് അൽഹംദുലില്ലാഹ് എന്താ പറയാ, ഈ മൈ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഹോം മീറ്റിംഗ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് നമ്മുടെ STC ലീഡർ നഫീസത്ത് മാഡത്തിന്റെ കെയർ ഓഫിലാണ്. അവര് നമ്മളെ നാട്ടുകാരിയാണെങ്കിലും ചങ്ങരംകുളത്ത് അലി കുണ്ടൂസിന്റെ നാട്ടിലേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവിടുന്ന് അവരുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ നാട്ടിൽ തന്നെ കൊടുത്തിട്ട് ഈ മീറ്റിംഗ് വെക്കണത്. അപ്പൊ അവരുടെ ജ്യേഷ്ഠത്തിന്റെ മോനക്ക് ഈ കമ്പനിയിലെ ഐഡിയ ഒക്കെ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അവരുടെ കെയർ ഓഫിലാണ് ഈ മീറ്റിംഗ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഏതായാലും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ അവര് നോട്ടീസൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ക്ഷണിച്ച് അത് വലിയൊരു സംരംഭമായി, വലിയൊരു പരിപാടിയായിട്ടാണ് അവർ ചെയ്തത്. ഏതായാലും അവർ ചെയ്തു. അപ്പൊ ഇതിന് നമ്മള് അയലോക്കം തന്നെയാണ്, അവരെന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ നിന്ന് പോയി കുത്തിരുന്നു. പോയി കുത്തിരുന്നു. അതായത് രാവിലെ 10 മണിക്ക് ശേഷം ഉച്ചന്റെ ആ ഒരു സമയത്താണ്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലാം. കാരണം എന്താ വെച്ചാൽ ഫാമിലാവുമ്പോൾ നമുക്ക് തീരെ ഒഴിവുണ്ടാവില്ല. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയാല് വൈകുന്നേരം വരെയും പണി തന്നെ, കടന്നുറങ്ങുന്നത് വരെ പണി തന്നെ കാരണം. അതിപ്പോ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അറിയാക്കാരം. എന്തായാലും അങ്ങനത്തെ പണിയൊക്കെ നമുക്ക് ഫുള്ള് പണിയാണ്. ഏതായാലും ഇതിന്റെ അടിയിൽ ഒരു ശകലം സമയം ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ച് ആ ഒരു ക്ലാസ്സിൽ പോയി കുത്തിരുന്നപ്പോൾ അവിടെ വരുന്നത് നമ്മുടെ RTC ലീഡർ ധാരാണി സാറ്, STC കുനൂസ് സാറ്, ചാവക്കാട് മുസ്തഫ സാറ്, അതേപോലെ നഫീസത്ത് മാഡം. അങ്ങനെ 4 പേരാണ് അവിടെ വരുന്നത്. അവിടെ വന്നിട്ട് ഈ നമ്മുടെ കമ്പനീന്റെ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനൊരു സൈഡിൽ ഇങ്ങനെ കുത്തിരുന്നു. എന്തായാലും ജ്യേഷ്ഠന്റെ മകനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് വിളിച്ചതല്ലേ എന്ന് ചെന്ന് നോക്കാന്ന് എഴുതിയിട്ട് പോയതാണ്. ഒരു സൈഡിൽ നമ്മളങ്ങനെ കുത്തിരുന്നു. നമുക്ക് അത് അത്രയായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം നമ്മളത് കേൾക്കാത്ത ഒരു സംഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് കൃഷി മേഖല ആയതുകൊണ്ട് ഈ കച്ചവടത്തിന്റെ രീതിയിൽ വല്ലാണ്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് അതങ്ങനെ കേട്ടിരുന്നു എന്നല്ലാണ്ട്
അപ്പൊ ഈ കാലിന്റെ തരിപ്പിന്റെ കഥയും കവചപ്രാശിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞപ്പോ തരിപ്പ് മാറും, ശ്വാസം മുട്ട് മാറും, ചുമ മാറും, തുമ്പല് മാറും എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് കാട്ടിക്കണു, ഭാര്യ ഒരു കവചപ്രാശും ഒരു റെഡ് പേസ്റ്റും മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പുല്ലരിയാൻ പോയാല് പള്ളിയിൽ 5 വക്തും പോകേണ്ടത് കൊണ്ട് അപ്പോഴൊക്കെ കുളിക്കും. നമ്മൾ പശുക്കളുടെ അടുത്ത് കൂടി ഒന്ന് പോയി വന്നാൽ മതി, കാരണം നമ്മളെ ശരീരത്തിൽ നജസാവും, അവർ പാത്തിയാതെ തെറിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കുളിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഈ പുല്ലരിയാൻ പോവും, വിയർപ്പോട് കൂടെ കുളിക്കും, പല്ലിന് കേട് വന്നു. ഈ സമയത്ത് റെഡ് പേസ്റ്റിന്റെ കഥയും കാലി തരിപ്പും കച്ചി തരിപ്പിനും ചവനപ്രാശത്തിന്റെ കവചപ്രാശിന്റെ ഒരു റിസൾട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ 2 ബോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്, ബോട്ടിലും പേസ്റ്റും. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണ്. അവിടെ നാരായണി സാറൊന്നും അല്ല, എന്നാ മാഷ് ഇങ്ങനെ സാറ് അല്ലെങ്കിൽ എന്താണ് ഡോക്ടർ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നോക്കുക, നമ്മളിപ്പോ ഇങ്ങോട്ട് കടിച്ചാത്തൊക്കെ അങ്ങോട്ട് തിന്നണ ഒരു മനുഷ്യനായതുകൊണ്ട് കവചപ്രാശ് തിന്നു നോക്കി, അതേപോലെ തന്നെ പേസ്റ്റ് തേച്ച് നോക്കി. സംഗതി പല്ലുവേദനയ്ക്ക് എന്തായാലും ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വന്നു. കവചപ്രാശിനും തന്നെ ഒരു സുഖം. നമ്മൾ ഈ രാവിലെ ജോലി ചെയ്ത് കടന്ന ആളുകൾക്കൊക്കെ രാവിലെ നീക്കുമ്പോൾ ഭയങ്കര ശരീരത്തിലേക്ക് ഒരു എന്താ ഇപ്പൊ നീച്ചണ്ടേന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നത് അത് മാറി. പിന്നെ ഈ തരിപ്പിന് ചെറിയൊരു മാറ്റങ്ങൾ ഇങ്ങനെ വന്നു. അപ്പൊ ഈ സാധനത്തിന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല അവര്. അലി കുനൂസ് അവിടെ അന്ന് ഈ നഫീസത്തിന്റെ ജ്യേഷ്ഠത്തിന്റെ മോന്റെ അടുത്ത് അങ്ങനെ ഏൽപ്പിച്ചു പോയിക്കാണ്. അങ്ങനെ അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് ഇങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ എന്തായാലും ഒരു 1000, 1600, 1700 ഒക്കെ അടുത്ത് ഇത് പ്രൈസ് വരുന്നുണ്ട്. ഇവര് എന്റെ ഒക്കെ മേടിച്ചത് 1200 മാത്രം, 1100 1150 എന്തോ മാത്രമാണ് മേടിച്ചതും ചെയ്തത്. അപ്പൊ അതൊരു മാസം കഴിയാൻ സമയത്തേക്കാണ് ഈ കാശ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു സമാധാനം മനസ്സിലേക്ക് കിട്ടിയപ്പോ ഇത് ഒന്നും കൂടി വേണമെന്നുള്ളത് ഇവനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞുത്രേ, ഇത് ഒന്നായിട്ട് അങ്ങനെയല്ല, അത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഇതൊരു ബിസിനസ് ആണ്. കാക്കാൻ തന്നെയാന്ന് പറഞ്ഞിട്ട് ആ കാക്കാനോട് ഇതൊരു കച്ചവടമായിട്ട് ചെയ്യാൻ പറയുന്ന അവർക്ക് ഇതിപ്പോ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഇത്രയുണ്ട്, 1700 അടുത്തുണ്ട്. അപ്പൊ ഒരു 1000, 1200 രൂപയൊക്കെ നമുക്ക് കിട്ടിക്കണേ. അപ്പൊ അത് നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും, ഇനിയും ഡിസ്കൗണ്ടിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ എന്താക്കി, ഇന്നായിക്കോട്ടെ. ഇവര് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ചോദിച്ചു, അത് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് ഡയറക്ട് സെല്ലിംഗ് ആണോ, ഇങ്ങനെ ഒരു ബിസിനസ് ആണോ, ഒന്നും നമുക്കറിയില്ല. ഞാൻ നേരത്തെ തൊട്ട് ഇങ്ങനത്തെ ഒരു കെണിയിലോ അല്ലെങ്കിൽ ഇത് കെണിയെന്നല്ല പറയണത്, ഇതുപോലത്തെ പല ആളുകളും പറയും ഇത് കെണിയാണ്, കുടുങ്ങി അങ്ങനെ പെട്ടു എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഇങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല, ഇങ്ങനെ ആരും കുടുങ്ങിയതായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും ഈ ഒരു ഇതിന്റെ നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും പ്രൊഡക്റ്റ് ആണല്ലോ, 2-3-4 മാസം കഴിക്കേണ്ടതുമാണ്. അപ്പൊ എന്തായാലും കുറച്ച് സാധനങ്ങൾ എടുക്കുക, നിങ്ങൾ ചങ്ങരംകുളത്തേക്ക് വരിക. അന്ന് മണ്ണാർക്കാട് നമുക്ക് ഇതിന്റെ PUC ഒന്നുമില്ല. അന്ന് ഇവിടുന്ന് ചങ്ങരംകുളത്തേക്ക് പോകണം. നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറയുന്നുണ്ട് കോയമ്പത്തൂർക്ക് പോയി, ചെന്നൈക്ക് പോയി എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് ചങ്ങരംകുളം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ ഒരുപാട് ദൂരം മായില് നമുക്ക് ഉണ്ടായി. ഏതായാലും അവിടെ പോയി സാധനം മേടിച്ചപ്പോ അലിസാറും നഫീസത്തുമാടും മുസ്തഫ സാറൊക്കെയാണ് ചങ്ങരംകുളത്തേക്ക് ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്നോട് കുറച്ച് കാശ് കുറച്ച് കൂടുതൽ എടുക്കുകൊണ്ട് വേറെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏതായാലും ഞാൻ മൊബൈലൊക്കെ ഉണ്ട്, മൊബൈലിൽ കായൊക്കെ ഉണ്ടായതുകൊണ്ട് പശുക്കളായതുകൊണ്ട് എന്തായാലും എപ്പോഴും പൈസ നമ്മളെയൊക്കെ ഉണ്ടാവും. കാരണം അത് തിരിമറിയാണുമ്പോ മാസം കഴിയുമ്പോഴത്തിന് പാല് കൊടുത്തതിന്റെ പൈസ ഇങ്ങനെ വന്ന് 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 പൈസ സ്റ്റോക്ക് ഉണ്ടാവും. മാസം അവസാനമായ ഒരു പകുതി ആകുമ്പോഴത്തിന് ആ പൈസ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം പശുക്കൾക്ക് തീറ്റ വേണം, ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണല്ലോ. അപ്പൊ എന്തൊരു സംഗതി അങ്ങനെയാണ്, നമ്മള് അങ്ങോട്ട് നല്ലോണം മല്ലി കെട്ടുമ്പോഴാണ് ഇങ്ങോട്ട് അതിനുള്ള വേതനം കിട്ടുക. അപ്പൊ ഏതായാലും അങ്ങനെ ആ പൈസ പേഴ്സിൽ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ ഉണ്ടായതുകൊണ്ട് അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇതൊരു ബിസിനസ് രീതിയാണെന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ കച്ചവടത്തിന് നമ്മൾ എന്തായാലും ഈ എന്ത് കേട്ടാലും അതിൽ ചാടിപ്പടഞ്ഞ് വീണൊരു സ്വഭാവം എനിക്കുണ്ട്. അത് പിന്നെ അതിനെ കുറിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതറ്റം വരെയും അത് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ ഷോർട്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നേരത്തെ തന്നെ നമുക്ക് നഷ്ടസാധ്യതയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ കാലാവധി കയ്യോളം അതുമെന്ന് കിട്ടുന്ന മാതിരിയൊക്കെ അത് ഊറ്റം മെനക്കെട്ട് അങ്ങനെ അത് ചെയ്തു. പിന്നെ നേരത്തെ ഇപ്പൊ ടൈലർ കട എന്ന് പറഞ്ഞാൽ അതും അവസാനം നമ്മളെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ബാക്കിയുണ്ട് അതൊക്കെ കഴിയുന്നത് വരെ ഇതെങ്ങനെ കുറെ ആളുകൾ വരുമ്പോ ഇല്ല പറയും, ഇല്ല സാധനം കൊടുക്കും, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് എന്തായാലും ഇല്ലത് അവസാനിക്കുന്നത് വരെ, അത് ഏതുവരെ എത്തുന്നു അതുവരെ എത്തിക്കുക എന്നുള്ള ഒരു നിലവാരമുണ്ട്. അപ്പൊ അങ്ങനെ സാധനങ്ങൾ കുറച്ചെടുത്ത് ഒരു 17,000 റുപ്യക്ക് അന്ന് അവര് എനിക്ക് സാധനങ്ങൾ എടുത്തു തന്നു. അപ്പൊ എന്റെയൊക്കെ ആകെ 10,000 എന്തൊക്കെയാ ഉള്ളത്, ബാക്കി 7,000 അത് നമുക്ക് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ അൽസാറും പിന്നെ വണ്ടിമേ സ്കൂട്ടിമൊക്കെ പെട്ടിയൊക്കെ കെട്ടി പറഞ്ഞയച്ചു, വീട്ടിൽ തന്നെ നാട്ടിക്ക് പറഞ്ഞയച്ചു. ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ്.
അങ്ങനെ ഇത് വീട്ടിൽ വന്നു. നമുക്ക് എന്തായാലും പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിനൊരു ഉത്സാഹം ഉണ്ടാവില്ല. ഇത് നേരെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഷോക്കേസിലൊക്കെ വെച്ചാൽ മതി, ഷോക്കേസിൽ വെച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയച്ചു തരുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കിയിട്ട് ഇതിലൊന്ന് വെക്കൊണ്ട് പറഞ്ഞു. ഇത് സ്റ്റാറ്റസ് ആക്കി വെച്ചപ്പോഴാണ് സംഗതി ഇതിനെപ്പറ്റി മനസ്സിലായത്. അപ്പൊ തുണക്കാരൊക്കെ പറച്ചിൽ തുടങ്ങി, എടോ അതിൽ ഞാൻ എന്റെ 5000 റുപ്യ മേടിച്ചിട്ട് അതിന് സാധനം തന്നിട്ടില്ല, വേറൊരാൾ അവിടെ നാട്ടിൽ അങ്ങനെ വേറൊരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗതി മൈലഫിന് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പേര് വരിക കമ്പനിക്കാ. അപ്പോ ഇത് തന്നെ മൈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനത്തെ സാധനം തന്നെ, ചുവന്ന കുപ്പികളില്ല തന്നെയാണ്. ഇത് 5000 റുപ്യ മേടിച്ചിട്ട് അതിന് സാധനം തന്നിട്ടില്ല ഓലെ. അങ്ങനെ 2-3 ആൾക്കാർ പറഞ്ഞു. വേറൊരാള് പറഞ്ഞു ഞാൻ 5000 റുപ്യക്ക് സാധനം മേടിച്ചു, അത് ചെലവാകാതെ കുറച്ച് ഞാൻ വലിച്ചെറിയേണ്ടി വന്നു, കുറച്ചൊക്കെ ഞാൻ തിന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും സംഗതി മനസ്സിലേക്ക് ഇതിപ്പോ സംഗതി ആകെ കുടുങ്ങിയോ, വണ്ടിന്നില്ല മാറണം എന്നൊക്കെ അന്ന് കരുതി. ഏതായാലും അന്ന് അങ്ങനെ കരുതി. പിറ്റേ ദിവസം ഇവര് വിളിച്ചിട്ട് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്, മൊബൈലിൽ നമ്മൾ ആപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്ന് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തു. ഇങ്ങനെ ഭയങ്കര പോലീസൊക്കെ ആക്കിയിട്ട് അബ്ദുൽ കരീം സാർ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ കൂടി ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കണു. ചിലവര് എന്തൊക്കെയോ പറയാ, മനസ്സാന്ന് ഇപ്പൊ ഓർമ്മ കിട്ടില്ല. അങ്ങനെയൊക്കെ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഞമ്മക്കും തന്നെ ഒരു ഉത്സാഹം, ഒരു എനർജി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് മീറ്റ് കേൾക്കാൻ പറഞ്ഞു. മോർണിംഗ് മീറ്റ് ഇങ്ങനെ കേട്ടു. അപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ ഇവിടെ കാര്യം കേൾക്കുമ്പോഴത്തേനും നമ്മള് ഇതിന്റെ കാര്യങ്ങൾ നമ്മളെ തുണക്കാരോട് പറയുമ്പോഴത്തേന് ഓലും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആകെ ചേമ്പ് ചാറാക്കി എന്നൊക്കെ പറയില്ല, ആകെ നസ് കുസിയാനാക്കി. നമുക്ക് മനസ്സിന് ഭയങ്കര വേദന, ഇല്ല കായ് പോയാലോ റബ്ബേ. പക്ഷെ എന്നാലും കവചപ്രാശൊക്കെയാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്, പേസ്റ്റ് കവചപ്രാശം ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. എന്നാലും നമുക്കത് കഴിക്കാലോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഏതായാലും മീറ്റിങ്ങുകളൊക്കെ കേട്ടു. മീറ്റിങ്ങുകൾ കേട്ട് അങ്ങനെ മീറ്റിംഗ് കേട്ടപ്പോ നമ്മുടെ നാട്ടിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മണ്ണാർക്കാട് വേറെ ടീമിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഒന്നും അന്ന് അറിയില്ല. ഇങ്ങനെ മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മണ്ണാർക്കാട് ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ കുറെയൊക്കെ ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പിടുത്തം കിട്ടി. നമ്മള് കരുതിയ മാതിരി അല്ല എന്ന് മനസ്സിലായി. ആ ഒരു സമയത്ത് പിന്നെ നമ്മുടെ ഉമ്മർ സാറ്, NTC ലീഡർ വന്നൂർ ഉമർ സാർ ഉണ്ടല്ലോ, ഉമർ സാർ എന്നെ വിളിച്ച് എന്തൊക്കെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. നല്ല കുറെ മോട്ടിവേഷനൊക്കെ നല്ല ഇത് പറഞ്ഞു. ഇങ്ങനെ ഞാൻ 7000 റുപ്യ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മദ്രസിൽ, അവിടുന്ന് കഴിച്ചിലായിട്ട് ഇപ്പൊ നല്ല ലെവലിലാണ്, നമുക്കൊക്കെ കഴിച്ചിലാകാൻ പറ്റും. നമ്മളൊക്കെ ഒരു രീതിയിലാണല്ലോ, ഇസ്ലാമിക രീതിയിലാണ് നിങ്ങളൊക്കെ പോണത്, നമുക്കൊക്കെ കഴിച്ചിലാകാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങളൊന്ന് വരും കിട്ടും മലപ്പുറത്തേക്ക് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അത് ബെല്ലിസാറിന്റെ FSS ആണ്. ഇത് കേട്ടോക്കുമ്പോ കുറച്ചും കൂടി ഉഷാറായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കണക്കൂട്ടി. ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ലിസ്റ്റ് ഇടണം, അങ്ങനെ നമ്മൾ ആളോട് പറയണം, ഇത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. ഏതായാലും വന്ന് അപ്പൊ നമ്മൾ ആ ഒരു ആർജവത്തോടെയാണ് വരുന്നത് നാട്ടിലേക്ക് വന്ന്. നമ്മളെ ലിസ്റ്റിനിൽ മനസ്സിലുള്ള അല്ലെങ്കിൽ മൊബൈലിൽ ഉള്ളത് മനസ്സിലേക്ക് ആക്കിയ മനസ്സിലുള്ള ആൾക്കാരോട് പറഞ്ഞോടുകൂടെ അനക്ക് സുഖല്ലേ, അനക്കിപ്പോ നല്ല രീതിയിൽ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അത് നല്ല ചെലവുണ്ട്, പാലുകളൊക്കെ എന്താണ് മിൽമയിൽ അല്ലാണ്ട് തന്നെ ആളുകൾക്ക് സെയിൽ ചെയ്തിട്ട് അനക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, 10-20,000 റുപ്യൊക്കെ ഇവിടെ കിട്ടും. ഇനിയിപ്പോ ഇത് ഒഴിവാക്കിയിട്ട് അക്കരെ പച്ചയെന്ന് എഴുതിയിട്ട് അങ്ങോട്ട് ചാണ്ടാ ഇപ്പൊ ഇത്രയും ഇങ്ങനെ ഇടങ്ങേറായിട്ട് ഇപ്പൊ റബ്ബർ ഷോട്ടറൊക്കെ നഷ്ടത്തിലായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നാട്ടുകാരൊക്കെ അങ്ങനെ തുണക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു. വീട്ടില് അനിയനോട് പറഞ്ഞപ്പോ അനിയൻ ഉമ്മാനോട് പറഞ്ഞു ഓന് പിരാന്താണ്, ഓന് കായ് കുറെ കളഞ്ഞു, ഒരുപാട് ലക്ഷങ്ങൾ ഇപ്പൊ കടത്തിലാണ് ഓന് ഇല്ലത്, ഇനി ഓരോരോ വണ്ടി മേലിൽ കൂടി പോയി ചാടുകയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നും അങ്ങനെ. ഏതായാലും ഞാനിപ്പോ എന്തായാലും സാധനം മേടിച്ച് കുടുങ്ങും ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് കേട്ടപ്പോ ഒരു കഴിച്ചിലാവുന്നില്ലൊരു തോന്നലും മനസ്സിലേക്ക് ഉണ്ട്. ഇങ്ങനെ ഇതിന്റെ ഡെയിലി മോർണിംഗ് മീറ്റ് കേൾക്കുന്നുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങുകൾ കേൾക്കാൻ പോയി. അങ്ങനെ മീറ്റിങ്ങുകൾ പോക്കാൻ പോയി. ഇപ്പൊ നമ്മൾ 17,000 റുപ്യൊക്കെ എടുത്തതാണ്. അപ്പൊ ഈ സാധനങ്ങൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു. ചില ആൾക്കാർ അതായത് ഈ ഇതിലിങ്ങനെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും സാധനങ്ങളൊന്നും മേടിച്ചില്ല. പക്ഷെ ഓരോരുത്തരും ഓരോ പേസ്റ്റ്, ഒരു മറ്റേ ഊണ്ട് ഹീലിങ്, അങ്ങനെ മുറിമത്തേക്ക, നമുക്കന്ന് പറയാനൊന്നും അറിയില്ല. അപ്പൊ മുറിമത്തേക്ക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കക്കൂസ് മോറാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി. അപ്പൊ സാധനങ്ങൾ പോയപ്പോ കായ് കുറച്ച് ബാലൻസ് വന്നപ്പോ കച്ചവടമാണല്ലോ, ആ സാധനങ്ങൾ വീണ്ടും എടുക്കണമല്ലോ, അതിപ്പോ നമുക്ക് അറിയണതാണ്. എന്തായാലും ഒരു പീടിക കച്ചവടം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും കച്ചവടം തുടങ്ങിയപ്പോ തന്നെ
നമ്മള് ഒരു സാധനങ്ങൾ കൊടുത്താല് അതിൽ വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുപോകും. ഈ വീട്ടിലേക്ക് കൊണ്ടുപോയാലും ആ പൈസ നമ്മൾ അതിലേക്ക് വെക്കണം. അപ്പോഴാണ് നമുക്ക് ഈ സാധനം വീണ്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ മൈലേജ് സ്റ്റൈലിന്റെ കഥ പറയണമെങ്കിൽ നമ്മളൊക്കെ ഓരോ സാധനങ്ങൾ വിൽക്കും, ആ പൈസ വേറെ എന്തെങ്കിലും ചെലവാക്കും, പിന്നെ സാധനം കൊണ്ടുവരേണ്ട സമയത്തേക്ക് നമുക്ക് കാശുണ്ടാവില്ല. അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ആ ഒരു അവസ്ഥ അവിടെ മനസ്സിലായപ്പോ ഇവിടെ എന്താട്ടി, ഇവിടെ കിട്ടിയ പൈസയും കൊണ്ട് വീണ്ടും സാധനം കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഓല അവിടെ തന്നെ പോയി കൊടുന്നു. അപ്പൊ നോക്കുമ്പോ അങ്ങനെ പോയി കൊടുന്നു. പിന്നെ പോയി കൊടുന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നിപ്പോ അതറിയില്ല, ഇന്നിപ്പോ അത് ബ്രോൺസ് എന്ന് പറയും. അങ്ങനെ ബ്രോൺസിന്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് ഇത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് സ്റ്റാറ്റസ് വെച്ചു. അപ്പൊ കുറെ ആളുകൾ ഇത് കാണുന്നുണ്ട്, ചിലരൊക്കെ വിളിച്ചു എന്താ ഇത് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ നമ്മളെ കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവടത്തിൽ ഇങ്ങനെ ജയിച്ചപ്പോ അതിനുള്ള ഒരു സമ്മാനം അത്രേ, ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇനി ആൾക്കാർ ചോദിക്കുക, എന്നിട്ട് ആൾക്കാരെ അപ്പൊ ഇത് വിജയിക്കുത്തരേ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അങ്ങനെ വെച്ച് അപ്പോഴാ ഈ ഇത് കിട്ടിയപ്പോ നമുക്ക് ഒന്നുകൂടി ഒരു ഉത്സാഹം കൂടി കിട്ടി. അതായത് നമ്മളെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു എന്താ പ്രോത്സാഹനങ്ങളും ഇതൊന്നും ഇല്ലാണ്ട് ഒരു ഫോട്ടോ ഫ്ലക്സിൽ മറ്റേ നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത് വരുമല്ലോ, അങ്ങനെ വന്ന് നോക്കുമ്പോ എന്തുണ്ട്, കുറച്ചുകൂടി ഒരു ഉന്മേഷം കിട്ടി പറഞ്ഞു. ഉന്മേഷം കിട്ടി. അപ്പൊ ഇത് എന്തായാലും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ ബ്രോൺസ് ആയപ്പോ കുറെ ആളുകൾ, ഈ കൊടുത്ത ആളുകളൊക്കെ ഈ സാധനങ്ങൾ പിന്നെയും മേടിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർ ഇതുമ്മേലേക്ക് തിരിഞ്ഞു നോക്കണില്ല. അയൽവാസികളും അഞ്ചന്മാരൊക്കെ ഉണ്ട്, ഓലൊന്നും ഇത് മേടിച്ചിട്ടില്ല. പക്ഷെ പുറത്ത് ഞാൻ വേറെ പാല് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടേ കൊടുത്തപ്പോ ഓലൊക്കെ വീണ്ടും പേസ്റ്റ് കഴിഞ്ഞപ്പോ പേസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ചിലർ സോപ്പ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ഏതായാലും ഇത് കച്ചവടം ശരിയാകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഈ മൂന്നാമത്തെ ആഴ്ച വന്നപ്പോഴത്തേന് നമുക്ക് എന്താ, ഈ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വന്നിട്ട് ഇവര് കാണിച്ചു തന്നു. അപ്പോഴത്തേന് KYC, നമ്മളിപ്പോ അന്നൊന്നും ഇപ്പൊ KYC ഒന്നും അറിയില്ല, ആധാർ കാർഡും പാൻ കാർഡും നമ്മള് ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആധാർ കാർഡൊക്കെ നമ്മൾ വെറുതെ അക്ഷയക്ക് കൊണ്ടുപോകാൻ മാത്രമാണെന്ന് നമ്മൾ കരുതുന്നത്. അതുമ്പോ വരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതങ്ങനെ കൊടുത്തു. അപ്പൊ അങ്ങനെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം വന്നു. ഇങ്ങനെ ഈ ക്ലാസ്സിന് പോകുമ്പോൾ അതിന്റെ അക്കൗണ്ടിലേക്ക് വരും, നമ്മളിത് വിൽക്കുമ്പോൾ വേറെ പൈസ കിട്ടും, പിന്നെ 1 ലക്ഷത്തിന് കച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെ 5000 കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് വേറെയും കുറെ വരുമാനങ്ങളുണ്ട്, ഇതിന്റെ നോമിനേഷൻ ഫെസിലിറ്റികൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഉഷാറാവും. പക്ഷെ എന്തായാലും ആ മീറ്റിംഗ് കേട്ട് വന്ന് പെരയിലെത്തിയ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അയലോക്കത്തു നിന്നോ എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിട്ടുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വേദനയായി. കുറച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാ, അങ്ങനെ. അപ്പൊ എന്തായാലും അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഉമ്മർ സാറ് വിളിക്കും, എന്തൊക്കെ നിങ്ങളെ പാലിന്റെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടാവും സാർ എന്നല്ലേ. അപ്പൊ അതിൽ കൂടി ഒരു മോട്ടിവേഷൻ കൂട്ടിയിട്ട് അതിപ്പോ നിങ്ങൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, ഇവിടെ ഇതിൽ നിങ്ങൾ ഇല്ലെങ്കിലും നടക്കും, ഇവിടെ ഇല്ലെങ്കിലും കായ് കിട്ടും, ഇത് നമ്മൾ കുറെ ആളുകൾ ഉണ്ടാക്കിയാൽ മതി, ആളുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു സാധനം മേടിച്ചുമ്പോ നമുക്ക് കായിട്ടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്തായാലും അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ സിൽവർ ആയി, പിന്നെ അപ്പോഴത്തേന് പിന്നെ സ്റ്റാർ ആയി, പിന്നെ അപ്പൊ റൂബി കോർഡിനേറ്റർ, ഇങ്ങനെ ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പൊ നമുക്കും തന്നെ ഒരു ഉത്സാഹം ഇങ്ങനെ ഇത് കിട്ടി. പിന്നല്ലേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ 2,10,000 ഒക്കെ കേൾക്കുന്നുണ്ട്, ഇത് കിട്ടൂല ഇതൊന്നും അറിയില്ല. എന്തായാലും 1200 കിട്ടിയ അതും കിട്ടുകാരെന്നൊക്കെ അല്ല മനസ്സിൽ മുന്നോട്ട് പോയി. ഏയ് പിന്നെ നോക്കുമ്പോ ആണ് കുറച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൊടുത്ത ആൾക്കാർക്കൊക്കെ സാധനങ്ങൾ വേണം. അപ്പൊ പിന്നെ അത് ഓല കുടുംബങ്ങൾക്ക് വേണമെന്നൊക്കെ പറച്ചിൽ തുടങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ പിന്നെ TC എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഇൻഷുറൻസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടലാസൊക്കെ നമുക്ക് നമ്മളെ പെരേക്ക് നേരെ വരികയാണ്. MI ലൈഫ് സ്റ്റൈലിന്റെ കവറും അതിന്റെ ഇതും സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ എടുത്ത് അതൊക്കെ സ്റ്റാറ്റസ് വെക്കൽ തുടങ്ങി. അപ്പോ എന്തായി, തുണക്കാരോട് ഈ കഥകളൊക്കെ പറഞ്ഞപ്പോ ചില ആളുകളൊക്കെ എടാ അത് കുഴപ്പമില്ല തോന്നുന്നുണ്ട് കേട്ടോ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ടല്ലോ, പിന്നെ കണക്ക് പൈസയും കിട്ടിയിട്ടുണ്ട്, നമ്മളിതൊക്കെ കാണിച്ചു കൊടുക്കട്ടോ. കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ എപ്പോഴേ കിട്ടുള്ളൂ, പിന്നെ കിട്ടൂല എന്നൊക്കെ ചിലരൊക്കെ അങ്ങനെ പറയും, ചിലര് കുഴപ്പമില്ല എന്ന് പറയും. ഏതായാലും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ എന്തായാലും എല്ലാ ആഴ്ചയിലും ഇവിടെ GTSനും മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മലപ്പുറത്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ ഒന്നും കൂടി ഉഷാറായി, അവിടുത്തെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ. അപ്പോഴത്തിന് പിന്നെ TC ആയി. TCന്റെ നമ്മളെ ഇൻഷുറൻസ് ബോണ്ട്, 3 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ബോണ്ട് കിട്ടി. ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞു, നമ്മൾ കായൊന്നും കൊടുക്കണ്ട പറഞ്ഞു. അപ്പൊ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ആവുമല്ലോ. ഏതായാലും അങ്ങനെ പിന്നെ അങ്ങനെ TC ആയി, ATC ആയി, DTC ആയി, ഇന്നിപ്പോ STCയിലാണ് നിൽക്കണേ. ഏതായാലും നമ്മളെ വരവ് അങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നു. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ ബോധ്യപ്പെട്ടു എനിക്ക്, കാരണം നമ്മൾ കുറെ ഈ കാലം വരെ പഠിച്ചപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പൊ നമ്മള് പലരും പല ഭാഗത്തു കൂടി പോകുമ്പോ പറയണേക്ക എലമെന്റ്സിന്റെ സാധനമാണ്, ചിലവര് പറയും മറ്റേ ഓണനോഡിന്റെ സാധനമാണ്, ഇത് ഓണനോഡിന്റെ കമ്പനിയാണ്, എലമെന്റ്സിന്റെ കമ്പനിയാണെന്നൊക്കെ. അപ്പൊ നമ്മളൊക്കെ അത് പറഞ്ഞിരുന്ന അങ്ങനത്തെ ആൾക്കാരനെ. അപ്പൊ എന്തായാലും നമ്മളെ കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇതിന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്.
ISO 9001 9015 15 അല്ലേ, അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതേപോലെ FSSAയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. പിന്നെ മറ്റേ എന്താണ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിങ്ങിൽ മെമ്പർഷിപ്പ് ഇല്ലതാണ്. സ്കിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ കാലത്തിൽ അതിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ കമ്പനിക്ക് കിട്ടണമെങ്കിൽ 500 കോടി ടേൺ ഓവർ ഒക്കെ വേണമെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒന്നും കൂടി ഉഷാറൊക്കെ ആയി. അപ്പൊ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആയുഷ് സർട്ടിഫിക്കറ്റ് അല്ലെ, നമ്മുടെ കമ്പനിക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് എലമെന്റ്സ് വെൽനെസിന്റെ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് 2019 മുതൽ 2024 അങ്ങനെ 13 മുതൽ 24 വരെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളിപ്പോ ഏതായാലും ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ അങ്ങനെ എന്താട്ടി നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മളൊക്കെ സ്കൂട്ടി ഇട്ടായിരുന്നു. അപ്പൊ പാമ്പ് ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇത് വേണോ അത് വേണോ എന്നുള്ള ചിന്തയിലായി. അപ്പൊ നമ്മൾ ഇതിന്റെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമ്മള് ഇതിങ്ങനെ ഒന്ന് ഉത്സാഹത്തിലാക്കും. പിന്നെ ആലോചിക്കുമ്പോ ഇതിപ്പോ എന്താ ആകെ ആഴ്ചയിൽ ആഴ്ചയിൽ ചിലപ്പോ 500 ചിലപ്പോ 1000 കൂടിയ 1000 അപ്പൊ കിട്ടിയിരുന്നത്. അങ്ങനെ അപ്പൊ അത് ചെയ്യണോ എന്നുള്ള ലെവലിൽ അങ്ങനെ പോയി. ലാസ്റ്റ് ഒരു മറ്റേ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി മലപ്പുറത്ത് നമ്മുടെ നടക്കണ്ടായി. അവിടെ ചെന്ന സമയത്ത് നമുക്കൊരു കണക്ക് കാണിച്ചു തന്നു. നമ്മള് ഇത് നമ്മളാണ്, നമ്മളുടെ അടിയിൽ 2 ആള് വന്നാൽ അവർക്ക് അങ്ങനെ 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 കീപ്പിട്ട് കാണിച്ചു തന്നു. 512 ആള് വരുന്ന സമയത്ത് നമുക്ക് 450 ഉറുപ്പ്യ ഓർക്ക് മേടിച്ചു കൊടുത്താൽ നമുക്ക് 2,10,000 ഉറുപ്പ്യ കിട്ടും. അപ്പൊ അതിൽ രണ്ടാമത്തെ വരി വരുന്ന ആൾക്ക് 1,05,000 കിട്ടും, മൂന്നാമത്തെ വരി വരുന്ന ആൾക്ക് 50,000 കിട്ടും, 25,000 കിട്ടും. ഇങ്ങനെ ഇങ്ങനെ 10 ലൈന് വരുന്ന സമയത്ത് 10 ലൈനിൽ 512 ആൾക്കാർ വരും. ആ 512 ആൾക്ക് 450 മേടിച്ചു കൊടുത്താൽ നമുക്ക് 2,10,000 കിട്ടുന്നില്ല കണക്കുകളൊക്കെ ആയി. അപ്പൊ എന്തായാലും നമുക്ക് 1,500 2,000 500 ഒക്കെ കിട്ടിയിട്ടില്ല പരിചയമുണ്ട്. അപ്പൊ ഇതും കിട്ടും. അതിന്റെ ഇടയിൽ നമ്മുടെ അനീസാറിന്റെ അനൂപ് സാറിന്റെ ഒക്കെ ഒരു സ്റ്റേജുമേ നമുക്ക് ഇതില് TV കാണിച്ചു തരുമല്ലോ അവരുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതൊക്കെ കിട്ടിയപ്പോ സംഗതി എന്തായാലും കിട്ടുന്നില്ലതൊക്കെ ഉറപ്പായി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഫാം എന്ത് കാട്ടി, പതുക്കെ പതുക്കെ പശുക്കളൊക്കെ ഒന്ന് കമ്മിയാക്കി പാലില്ല എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അത് ഒഴിവാക്കി. ആ ഗ്യാപ്പിൽ കൂടി ഞാൻ നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തിരുന്ന ആളുകളുണ്ട്. ഓരോരുത്തർ പിന്നെ ഫോളോ അപ്പ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ചില സമയത്ത് അവിടെയൊക്കെ ID ആധാർ കാർഡൊക്കെ മേടിച്ചിട്ട് ID ഒക്കെ അടിച്ചിരുന്നു. അങ്ങനെ ഓലയിൽ കൂടിയൊക്കെ പ്രൊഡക്റ്റുകൾ എടുക്കലും പർച്ചേസിങ്ങും ഒക്കെ നടന്നപ്പോൾ ഓരും തന്നെ TCയും അയിമേലേക്കൊക്കെ എത്തി. ബ്രോൺസും അങ്ങനെ മൊയ്തുണ്ണി സാറ് അനിയൻ എന്ത് കാട്ടി, അനിയന്റെ ഒരു സൈഡ് അനിയനും ഒരു സൈഡ് ഭാര്യയും. അതിന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്തു. അതൊക്കെ എന്തായാലും ആദ്യം തന്നെ ചെയ്തു. ഇപ്പൊ നമ്മൾ പറയുമ്പോ പറയും നമ്മളെ ഈ 3 ID തന്നെ 1,000 ഉറുപ്പ്യക്ക് സാധനം എടുത്ത് അല്ലെങ്കിൽ 3,000 ഉറുപ്പ്യക്ക് അല്ലെങ്കിൽ 5,000 ഉറുപ്പ്യക്ക് സാധനം എടുത്തിട്ട് ഇത് ആക്ടിവേഷൻ ആക്കാൻ പറ്റണില്ല. പിന്നെ ഉണ്ടപ്പോ അഞ്ചന്മാരതും മക്കളതും ഒക്കെ അടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറച്ചിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മൾ കരുതിയ മാതിരിയല്ല. ഇതൊക്കെ ഒരു ബഹറാണ്. നമുക്ക് എങ്ങനെയൊക്കെ വേണ്ടെങ്കിൽ കടലിൽ നിന്ന് മറ്റേ സ്പൂൺ കൊണ്ട് കോരാ, പാട്ടേണ്ട് കോരാ, കയ്യിലോണ്ട് കോരാന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് അടിച്ചെടുക്കുന്ന മാതിരിയാണ് നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ അവസരം. അപ്പൊ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മള് ഈ അനിയൻ അത് പൊട്ടനാണ് അല്ലെങ്കിൽ മോന് പിരാന്താണെന്നൊക്കെ പറഞ്ഞ ആള് എന്തായി, ഒരു 6,000 ഉറുപ്പ്യ അവന്റെ അക്കൗണ്ടിലേക്ക് മേടിച്ച് കാണിച്ചു കൊടുത്തപ്പോ അവന് പതുക്കെ അവനും ഇതിൽ കൂടൽ തുടങ്ങി. അന്ന് ആധാർ കാർഡ് അവന്റെ ഭാര്യയുടേക്കൊന്ന് മേടിച്ചിട്ടാണ് ഞാനന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഈ പൈസന്റെ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഇത് ഇനിയിപ്പോ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പാൻ കാർഡും പാസ്ബുക്കും കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ അത് കിട്ടുന്ന ഇന്ന് ആള് ATCയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ STC ആയ സമയത്ത് 2 സൈഡിലും ഈ 2 ATCകൾ ഉണ്ട്, ഈ 2 DTCകൾ ഉണ്ട്, പിന്നെ TCകൾ ഉണ്ട്, റൂബി കോർഡിനേറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മള് ഈ TC കഴിഞ്ഞ് ATC കഴിഞ്ഞ് DTCയിലേക്ക് എത്തിയ സമയത്ത് ഇത് പറയാൻ കുറെ കഥകളുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ സമയത്ത് ഇത് അവസാനിപ്പിക്കണല്ലോ. DTCയിലേക്ക് എത്തിയപ്പോ നമ്മൾ വരുമാനങ്ങൾ കൂട്ടേണ്ട പരിപാടി നമുക്ക് മൂന്നാമത്തെ ID തരുമല്ലോ. 3 ID, 4ാമത്തെ ID ഈ DTC ലോയൽറ്റിക്കുള്ള ID. അപ്പൊ അതിൽ നമ്മള് ആ ID അടിച്ച് അതിൽ വരുമാനം മേടിച്ചു. ഓരോ മാസങ്ങളിലും 5,000 ഉറുപ്പ്യ. അതിൽ നമ്മൾക്ക് നമ്മുടെ ടീം IDയിൽ 20,000 ബിസിനസ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു 5,500 ഉറുപ്പ്യക്ക് നമുക്ക് പ്രൊഡക്റ്റ് എടുത്താൽ അതിന് 5,000 ഉറുപ്പ്യ നമുക്ക് തന്നെ കിട്ടും. ഇതൊക്കെ പഠിച്ചപ്പോൾ അതുകളൊക്കെ എന്തൊക്കെ കമ്പനി വെക്കണ കോൺടെസ്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ ലീഡേഴ്സ് വെക്കണ കോൺടെസ്റ്റുകൾ ഉണ്ടോ ഇതിലൊക്കെ നമ്മൾ പങ്കെടുത്തിരുന്നു. പെർഫോമൻസ് അടിക്കാനും സാധിച്ചിട്ടില്ല. അതേപോലെ നമുക്ക് പുറം രാഷ്ട്രത്തിലേക്കുള്ള ടൂറൊന്നും പോകാൻ സാധിച്ചിട്ടില്ലേ. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോ നമുക്ക് അച്ചീവ് എന്ന് പറയുന്ന സംഗതി
DTCക്ക് ലോയൽറ്റി അടിച്ചിട്ടുണ്ട്. അത് 6 മാസം കണ്ടിന്യൂ ആയിട്ട് അടിച്ചു. അപ്പൊ അതിന് പിന്നെ അതിന്റെ എക്സ്ട്രാ ഇപ്പൊ 7500 എന്നുള്ള ആ ഒരു ഇത് അടിച്ചു. അപ്പൊ നമ്മള് ZTCയില് മറ്റേ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ടല്ലോ, അത് ആദ്യത്തെ 45 സ്ലാബിൽ നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടില്ല. അതായത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല അന്ന്. ഇപ്പൊ ഏതായാലും അത് ധരണി സാറിന് 2,52,000 റുപ്പി ഈ DDF കിട്ടിയെന്ന് പറഞ്ഞപ്പോ നമ്മളതിനെ ശ്രദ്ധിച്ചു. ഇപ്പൊ എന്തായാലും 26 ആഴ്ച അത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 4 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ TDF-ന്റെ ഫണ്ട് നമുക്ക് പാസ്സാവും. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളിതൊരു സോപ്പും പേസ്റ്റും വിറ്റ് നടക്കേണ്ട പരിപാടിയല്ല. ഈ ഒരു ഫീച്ചർ നമ്മളെ ആളുകളിലേക്ക് എത്തിച്ചാല് നമ്മളെ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, കൂട്ടുകാരൊക്കെ ഒരു പല്ല് തേക്കുന്ന ആൾക്കാരാണ്, സോപ്പ് തേക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഇത് നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ പുറം രാഷ്ട്രങ്ങളതാണ്. അത് നമ്മളെ ഇന്ത്യയിൽ വിൽക്കുമ്പോൾ അവർ ഇന്ത്യ ലിവർ, പാകിസ്ഥാനിലാണെങ്കിൽ പാകിസ്ഥാൻ ലിവർ, ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശ് ലിവർ, ഇതൊക്കെ ബ്രിട്ടന്റെ സാധനമാണ്. ഇതിന് യൂണിലിവർ എന്നാ പറയാം. യൂണിലിവറിന്റെ സാധനങ്ങൾ ഇവിടെ വിറ്റ് ഒഴിവാക്കുകയാണ്. അതിന്റെ ലാഭം അവർ കൊണ്ടുപോവുകയാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫാമിലി വിസ തരും ഫ്രീ ആയിട്ട്. അത് നമ്മുടെ പൈസ അവിടെ ചെലവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന മാതിരി ഇതൊക്കെ ഇവിടെ കൊടുന്ന് നമ്മളെ കൊണ്ട് വേടിപ്പിച്ചിട്ട് ഇതിന്റെ ലാഭങ്ങൾ ഇവിടെ കൊണ്ടുപോകേണ്ട. അതുകൊണ്ട് ഇന്ത്യ എവിടേക്കും എത്താൻ സാധിക്കൂല. അപ്പൊ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സംഗതി ഇത് ഇന്ത്യക്ക് വലിയൊരു വിജയത്തിൽ എത്താനും നമ്മുടെ കമ്പനീന്റെ കമ്പനീന്റെ ഒരു കാര്യം പറയുന്നത് തന്നെ സാധാരണക്കാരായ ആളുകളെ അസാധാരണക്കാരാക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ട ആളുകളെയൊക്കെ നല്ല കോടീശ്വരന്മാരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോണത്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. നമുക്കൊക്കെ വിജയിക്കാൻ സാധിക്കും. നമ്മൾ പിടിച്ചു നിൽക്കുക. എന്തായാലും ഒരു നേർച്ച നടക്കുന്ന സ്ഥലത്ത് അവിടെ സാധനം ചോറും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ലൈനിൽ നിന്നാൽ നമുക്ക് എന്തായാലും അവിടെ ഉന്തി തിരക്കിയിട്ടേലും പോയി അത് മേടിച്ചു കൊണ്ടുവരാം. നമ്മൾ ആ ലൈനിൽ നിന്ന് വിട്ടു നിന്നാല് നമ്മൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കൂല. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ആരും വിട്ടുപോകാതെ ഇതിൽ പിടിച്ചു നിൽക്കുക. ആളുകൾ എത്ര ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല. 57 ആൾക്കാർ. 57 ആൾക്കാർ. ഇതിലിപ്പോ 57 ആൾക്കാർ ലീഡർമാരായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ 57 ആളുകളുടെ അസോസിയേറ്റ് ഉണ്ടല്ലോ, നമ്മൾ മാത്രം ഇതിൽ പങ്കെടുത്താൽ പോരാ. നമ്മൾ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ നമ്മൾ മാത്രം പങ്കെടുക്കുക എന്നല്ല, നമ്മുടെ അസോസിയേറ്റിനെ, നമ്മുടെ ഇടത്തുനിന്നും വലത്തുനിന്നും ഉള്ള ആളുകളെ പങ്കെടുപ്പിക്കുക. ഇപ്പൊ ഞാൻ കാര്യമായിട്ട് നമ്മൾ മീറ്റിംഗ് കേട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ വന്ന ആളുകളെ രാവിലെ വിളിക്കാനും, അവരെ ഒരു പ്രാവശ്യം വിളിക്കും, 2 പ്രാവശ്യം വിളിക്കും, ചിലപ്പോൾ 10 പ്രാവശ്യം വിളിച്ചാലും അവർ കയറൂല. അപ്പോൾ മൊത്തത്തിലൊരു ഗ്രൂപ്പ് കോളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പ്രചരണം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്തായാലും 30 ആള്, 40 ആള്, 50 ആളൊക്കെ ഓരോ ദിവസങ്ങളിൽ കയറുന്നുണ്ട്. എന്തായാലും STC അബ്ദുൽ കരീം സാറിന്റെ കെയർ ഓഫിലാണ് ഇപ്പൊ ഈ മീറ്റിംഗ് നടക്കുന്നത്. 57 ആൾക്കാർ ഇപ്പൊ ഇതിൽ കാണാനുണ്ട്. നമ്മുടെ കൂട്ടത്തില് നമ്മുടെ കൂടെ വന്ന ആളുകളുണ്ടല്ലോ, അവരെ ഈ കാര്യം പഠിപ്പിക്കുക. അത്രേ ഉള്ളൂ ഇതിന് വേണ്ടത്. അല്ലാണ്ട് ഇത് ഭയങ്കര ഒരു ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണെന്നൊക്കെ നമുക്ക് തോന്നും ഫസ്റ്റിലൊക്കെ. പക്ഷെ ഇപ്പോഴും നേരത്തെയൊക്കെ നമുക്ക് ഭയങ്കര ഇടങ്ങേറ് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിട്ടുണ്ട്. STC എന്ന് പറഞ്ഞപ്പോ RTC അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ലക്ഷ്യത്തിലാണ്. ഏതായാലും ഇതിന്ന് വിട്ടുപോകൂല എന്നുള്ള ഒരു അവസരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ ടീമിനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ട് അവർക്ക് കോൺടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു 1000 റുപ്യ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 50 റുപ്യന്റെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ബിസിനസ്സിൽ അവരെ പിടിച്ചു നിർത്തുക. ഓരോ റാങ്ക്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ടീമിൽ ആരുടെയൊക്കെ BV ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവരെയൊക്കെ വിജയിപ്പിച്ച് കൊണ്ടുവരിക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് നേരത്തെ. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്ന് അവരെ TC ആക്കലും ATC ആക്കലും, ഒരു TC ആകുന്നത് വരെ നമ്മുടെ ടീമിൽ എന്ത് വേണം, നമ്മൾ പൊന്നു പോലെ പിടിച്ച് സൂക്ഷിച്ച് നിൽക്കണം. പിന്നെ നോക്കണ്ടെന്നല്ല, അവിടുന്ന് അങ്ങോട്ടും നോക്കണം. പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവർക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരിത് ചെയ്യേണ്ട ആളുകളായി മാറും. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് എന്തായാലും വിജയിക്കും. നമ്മുടെ ലീഡറിനെ മുറുക്കെ പിടിച്ചുകൊണ്ട്, ലീഡർമാരെ സംശയങ്ങൾ വെക്കാതെ, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക് മൈനസ് വെക്കാതെ, കമ്പനിയുടെ മാനേജ്മെന്റിന് നമ്മൾ പ്രശ്നങ്ങളൊന്നും വിചാരിക്കാതെ നല്ല നിലയിൽ മുന്നോട്ട് പോവുക. കമ്പനി ഏതായാലും നമുക്ക് ഇന്ത്യക്ക് ഉരുക്ക് കൊടുക്കുന്ന കമ്പനിയാണ് മഹാവീർ മെറ്റൽസ്. എക്സ്പോർട്ട് ക്വാളിറ്റി ഡ്രസ്സുകൾ മഹാവീർ ടെക്സ്റ്റൈൽസ് തോന്നുന്നു. അങ്ങനെ ഒരുപാട്, ഞാൻ ഇന്നലെയൊക്കെ മറ്റേ നമ്മൾ ഇടയ്ക്കിങ്ങനെ AI-ലൊക്കെ കയറിയിട്ട് മഹാവീർ ഇന്ത്യ വരെ ചോദിക്കുന്ന സമയത്ത് അവർ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഇങ്ങനെ ഇന്ത്യക്ക് ഉരുക്ക് കൊടുക്കുക, ഷിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട്, ഗ്യാസ് ഉണ്ടാക്കുന്ന മാർവാടികൾ, എന്താണ് മഹാവീർ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഓരോന്നിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ AI കൂടിയൊക്കെ ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും കാര്യമായിട്ട് അതന്നെയാണ് നമുക്ക് മെയിൻ. നമുക്ക് ചാർജ് ഉണ്ടാവണം. നമുക്ക് ഇപ്പൊ നമ്മളൊരു വയറുമ്പ തൊട്ടു,
ഷോക്ക് അടിക്കും. കറണ്ട് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ഷോക്ക് അടിക്കൂല. അപ്പൊ നമ്മൾ ചാർജ് ഉണ്ടാവണം, നമുക്ക് എപ്പോഴും എനർജി നമുക്ക് ഉണ്ടാവണം. നമുക്ക് എനർജി ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിന് എനർജി ഉണ്ടാവുക. അപ്പൊ ഇതൊരു ചാർജിങ് സ്റ്റേഷനാണ്. അപ്പൊ നമ്മളെ മൊബൈല് ഒരു ദിവസം ചാർജ് ചെയ്തു, പിറ്റേ ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യൂലല്ലോ. അപ്പൊ എന്താ മാതിരി ഇത് ഡെയിലി നമ്മൾ മീറ്റിംഗ് കേൾക്കുക, പ്രോഗ്രാമുകൾ പങ്കെടുക്കുക, അതേപോലെ 2 ഡേ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക, FSSൽ പങ്കെടുക്കുക. ഇത് നമ്മൾ പഠിക്കുക. അറിവ് വേണം നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ. അപ്പൊ അറിവില്ലാതെ ഒന്നും നടക്കൂല എന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരും അറിവുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, കോണ്ടസ്റ്റുകളിൽ പങ്കെടുക്കുക. നമ്മളെപ്പോഴും എനർജി ആയിരിക്കുക. അപ്പോഴേ നമ്മുടെ ടീം എനർജിയിൽ ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വലിയതായിട്ട് ഒന്നും പ്രസംഗിക്കാനൊന്നും കഴിവില്ല. എന്തായാലും നേരത്തെ നമ്മള് ഈ മറ്റെന്താണ് പറയാ, പള്ളി കമ്മിറ്റി കൂടെ ഒക്കെ അംഗങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മളോട് എന്തെങ്കിലും പ്രസംഗിക്കാൻ പറയുമ്പോൾ അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നിപ്പോ എന്തായാലും കുറച്ച് ആൾക്കാരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വിജയിച്ചു പോകാൻ സാധിക്കും എന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എന്തായാലും 1057 ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട്. എന്നോട് 45 വരെയാണ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതെന്തായാലും ഞാൻ 45 വരെ ഒപ്പിച്ചിട്ടുണ്ട്. STC ലീഡറാണ്, അങ്ങനെയൊന്നും പോരാ. പക്ഷെ ഞാൻ എൻ്റെ ടീമിനെ ശ്രദ്ധിക്കാൻ അങ്ങനെ പോകണതിൻ്റെ കൊണ്ട് എനിക്ക് ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങോട്ട് എന്താ പറയാ, ഒന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ നമുക്ക് കഴിവുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ടീമിനെ, ഞാൻ മറ്റേ പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ പോയാൽ നല്ല സെയിലിംഗ് നടക്കും. പക്ഷെ എനിക്കത് ഒറ്റക്കാണെങ്കിൽ നല്ല ഫോളോ അപ്പിങ്ങും നടക്കും, ഒറ്റക്ക് സംസാരിക്കുകയാണെങ്കിൽ. പക്ഷെ ഇത്രയും ആളുകളുടെ മുമ്പിൽ എന്തൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടത് എന്നുള്ളത് നമുക്ക് ഒരു ഇത് വരുന്നില്ല. അത് കിട്ടും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതിൽ ഞാൻ ഇപ്പൊ കരീം സാറിനോട് പറഞ്ഞു, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഞാൻ എന്തായാലും വന്നോളാന്നാ പറഞ്ഞത്. ഞാൻ എനിക്ക് ഒഴിവില്ലാന്നോ അല്ലെങ്കിൽ പറ്റൂലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ പോകേണ്ട, ഇന്നിപ്പോ രാവിലെ 7 മണിക്ക് പെരിന്തൽമണ്ണക്ക് ടീം വർക്കിന് പോകേണ്ടതുണ്ട്, ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് പോകേണ്ടതുണ്ട്. അപ്പൊ എന്നാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പോണ സമയത്തേക്കാണല്ലോ സെറ്റ് ചെയ്യല്. അപ്പൊ ഇത് നമ്മൾ ഒക്കെ എല്ലാതും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ മൈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്ത് വേണമല്ലേ, നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. എന്നാലാണ് നമുക്ക് നാളെ പിന്നെ എവിടുക്കാ പോകേണ്ടതെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ലിസ്റ്റ് നമ്മൾ ചെയ്യണം, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ലീഡേഴ്സിനോട് കൂടിയിട്ട് വിളിച്ചിട്ട് അവരോട് വർക്കിന് പോകണം. വർക്കിന് പോകാതെ എവിടെയും വിജയിച്ചിട്ടില്ല. നമുക്ക് വെറുതെ കമ്പനി പൈസ തരാമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ പ്രൊഡക്റ്റ് എടുക്കുക, അത് റീറ്റെയിലിംഗ് ചെയ്യുക, അത് റീപർച്ചേസിങ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ABCD ഒക്കെ പറയാനുണ്ട്. അങ്ങനെ അതൊന്നും ഒക്കെ മനസ്സിൽ പെട്ടെന്ന് കിട്ടൂല. അതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ വരും. അപ്പൊ അതൊക്കെ സാരല്ല. പക്ഷെ എങ്കിലും ടീമിൽ നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് പറയാൻ അറിയുന്ന ഒരുപാട് ആളുകൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ നേരത്തെയൊക്കെ ഞാൻ തന്നെ ഐഡിയ ഒക്കെ അടിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ ടീമിലെ എല്ലാ ലീഡേഴ്സും പോലെ തന്നെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ നമുക്ക് കുറച്ച് സുഖമായിട്ട് വരുന്നുണ്ട്. അതായത് എന്നിന്റെ ഇത് പറയില്ലേ, എന്നെ നമ്മൾ മേലെ നിന്ന് ഇങ്ങനെ വരച്ചു വരുമ്പോൾ ആദ്യം ഭയങ്കര ഇടങ്ങേറേക്കാരം, അതിന് കുറച്ച് ശമ്പളം, പിന്നെ കുറച്ചും കൂടി ഇടങ്ങേറ് കമ്മിയാവും, അതിന് കുറച്ചും കൂടി ശമ്പളം കൂടി കിട്ടും. ഇങ്ങനെ എന്നിൽ ഇങ്ങനെ വരച്ചു നോക്കി, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓരോ പ്രോഗ്രാമിൽ അല്ലേ. അപ്പൊ നമുക്ക് എനർജി, നമ്മൾ ഓരോ മീറ്റിംഗ് കേൾക്കുമ്പോൾ നല്ല നല്ല എനർജിയോട് കൂടെ വരും. പക്ഷെ നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേന് ആ എനർജി പോകും. അതൊക്കെ ഇതിൽ ഉണ്ടാണ്, സ്വാഭാവികമാണ്. അപ്പൊ അത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ വിട്ടുപോകാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പിടിച്ചു നിന്നാൽ എന്തുണ്ട്, ഞാൻ നേരത്തെ ചോറിന്റെ കഥ പറഞ്ഞ മാതിരി എങ്ങനെങ്കിലും ഉന്തി തള്ളിയിട്ട് നമ്മൾ കഴിച്ചിലാവും സഹോദരന്മാരെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനി നമുക്കൊക്കെ നമ്മുടെ നാടുകളിൽ ഒരു കോടീശ്വരന്മാരാകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ ആരും വന്ന് പെട്ടതല്ല. നമ്മളൊക്കെ ഇപ്പൊ പെട്ടുപോകുന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ ആൾക്കാരോട് പറയണത്, പഴയ ആൾക്കാർക്കല്ല. പഴയ ആൾക്കാരൊക്കെ കഴിച്ചിലായി എന്ന് ഇപ്പൊ എന്റെമാര് STCയിലേക്കൊക്കെ എത്തിയപ്പോൾ നമുക്കൊക്കെ രക്ഷപ്പെടാന്നുള്ള നല്ല ധൈര്യമുണ്ട്. പക്ഷെ പുതിയ ആളുകൾ, ഒരു TC ആയ ആളുകൾ അല്ലെങ്കിൽ ATC ആയ ആൾക്ക് തന്നെ ഇതിപ്പോ മുന്നോട്ട് പോകുന്നുള്ള ലെവലിലാണ് ഇപ്പൊ നമ്മുടെ ടീമിലൊക്കെ കേട്ടോ. നിങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ATC ആയാൽ തന്നെ ഇത് കഴിച്ചിലാകുമോ ഇല്ല എന്നില്ല. അതായത് നമ്മളെ ഈ ഇല്ല ജോലി വിടാനൊരു പേടി. അതെന്താന്ന് വെച്ചാല്, അതിനൊരു ഉദാഹരണം ഞാൻ ഇന്നലെ കേട്ടതാണ്. നമ്മള് നമ്മളിപ്പോഴും ഒരു ഉന്തുവണ്ടി ഉണ്ട്. ഈ ഉന്തുവണ്ടിക്ക് ചക്രം ചതുരത്തിലാണ്, അതിമത്തെ ചക്രം ചതുരത്തിലാണ്. അപ്പൊ ഒരു തുണക്കാരത് കണ്ടപ്പോ പറഞ്ഞു, ഇവിടെ ചെങ്ങായി ഇത് ഈ ചതുരത്തിലാകൊണ്ടല്ലേ ഇത്തിരി എടങ്ങേറായിട്ട് വലിക്കേണ്ടി വരുന്നത്, അത് റൗണ്ടിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിക്കൂടെയാണ്. അപ്പൊ നമ്മളിപ്പോഴും അതിന്റെ ഉദാഹരണം വെച്ചിട്ട് ഇങ്ങോട്ട് നമ്മളേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോഴും മൈ ലൈഫിൽ കഴിച്ചിലാവൂല എന്ന് കരുതിയിട്ട് ഇപ്പോഴും ഒരു ടെക്സ്റ്റൈൽസിലേക്ക് 300 റുപ്യക്കൊക്കെ പണിക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ രാവിലെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് ഒരു തുണിക്കടയ്ക്ക് പോകുക അല്ലെങ്കിൽ വേറൊരു പണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ രാവിലെ 8 മണി മുതൽ 5 മണി വരെ അവിടേക്ക് പോകണ്ടേ. അതിന് നമുക്ക് 300 കിട്ടുക. നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് കൂട്ടുക. ഇവിടെ മൈ ലൈഫ് സ്റ്റൈലില് 10 മണി മുതൽ ഒരു 4 മണി വരെ നമുക്കൊരു 100 പെരയിൽ പോവാം. ഈ 100 പെരയിൽ പോകുമ്പോൾ 100 പെരയിൽ നിന്ന് ഒരു 10 പെരയിൽ നിന്ന് ഒരു 10 പേസ്റ്റ് മേടിച്ചാൽ നമുക്ക് 500 റുപ്യ കിട്ടൂലേ.
അതിന്റെ പുറത്ത് കമ്പനി തരുന്ന വരുമാനം വേറെ കിട്ടൂലേ? നമ്മളിതൊന്നും ചിന്തിക്കണില്ല. നമുക്ക് അറിവൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊന്ന് തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നമ്മളൊക്കെ ഇങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫാം നിർത്താൻ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മള് ഞാൻ എന്റെ കടം പറഞ്ഞു, 45 ലക്ഷം റുപ്യ കടത്തിലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ അതിന് ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ 10,000 20,000 ഒക്കെ വെച്ച് ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിർത്താന്ന് പറയുമ്പോൾ പേടിണ്ടായിരുന്നു. പിന്നെയും തവക്കൽത്തു അല്ലാ പറഞ്ഞു. അല്ലാ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങി നോക്കുമ്പോൾ അൽഹംദുലില്ലാ സൂപ്പറാണ്. അതിനേക്കാളും അവിടെ ഫാം ഉണ്ടായിരുന്നതിനേക്കാളും ഉഷാറായിട്ട് ഇപ്പോൾ നമുക്ക് ലോയൽറ്റിയും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളും ഈ റീറ്റെയിൽ പ്രോഫിറ്റും കമ്പനിയുടെ നിന്ന് കിട്ടുന്നതും അങ്ങനെ ഇപ്പൊ നമുക്ക് TDF ഒക്കെ പാടെ നമുക്ക് അതിനേക്കാളും കഴിച്ചിലായി പോകാൻ നല്ലൊരു ടീം ഉണ്ടായാലേ 1,000 ആൾക്കാർ നമ്മളെ രണ്ട് സൈഡിലും 1,000 റുപ്യയുടെ, അതായത് ഇപ്പൊ 1,000 റുപ്യയുടെ പ്രൊഡക്റ്റ് എടുത്താൽ 10 ലക്ഷത്തിന്റെ കച്ചവടം നടക്കൂലേ? കണക്കുകളൊക്കെ നമുക്ക് നല്ലോണം അറിയും, പക്ഷെ അതിങ്ങനെ ഐഡിയ പരമായിട്ടില്ല. പക്ഷെ അതിങ്ങനെ പറഞ്ഞു തരാൻ ചിലപ്പോൾ മനസ്സിൽ കിട്ടിക്കോളുന്നത് ഇപ്പോൾ മനസ്സിൽ കിട്ടിയ നമ്മൾ രണ്ട് സൈഡിലെ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 1,000 ആൾക്കാരെ അവരവരുടെ പെരേക്ക് കക്കൂസ് മോറാന പാത്രം മോറാൻ നമ്മളിപ്പോ 3,000 റുപ്യ 4,000 റുപ്യക്കൊക്കെ നമ്മളെ പെരേക്ക് മേടിക്കുന്നുണ്ട്. ആ മേടിക്കണത് നമ്മുടെ മൈലേജ് സെയിലേക്ക് വന്നാൽ 1,500 റുപ്യക്ക് കിട്ടും. അതായത് 60% ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുമ്പോൾ അവിടെ 3,000-ന് മേടിച്ചാൽ ചിലപ്പോൾ ഇവിടെ 2,000-നൊക്കെ കിട്ടും കാരണം. അങ്ങനെ കിട്ടിയാൽ എന്തുണ്ട്, ഇവിടെ നമുക്ക് വേറൊരു വരുമാനം കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരാൾക്കാരെ 3,000 4,000-നൊന്നും വേണ്ട, 1,000 റുപ്യക്ക് മേടിക്കണ 1,000 ആൾക്കാരെ രണ്ട് സൈഡില് പെട്ടെന്നാവൂല. നമ്മൾ തെങ്ങ് കുഴിച്ചിട്ട് 6 കൊല്ലം കഴിച്ചണം. അപ്പൊ 6 കൊല്ലം കൃഷിന്മേൽക്ക് പോകണമെന്ന് വെച്ചാൽ അതിന് പരിചയം ഉണ്ടാകൊണ്ടാണ്. 6 കൊല്ലം കഴിച്ചുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, അമ്മട്ട് ചെന്നിട്ടില്ലെങ്കിലും തേങ്ങ ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മള് അതുവരെ വളട്ട് കൊടുത്ത് പുല്ലെരിഞ്ഞു കൊടുത്ത് അതിന്റെ തെങ്ങ് മറീണീന് വേണ്ടി നെടി നാട്ടി കൊടുത്ത് തെങ്ങും റബ്ബറും ഒക്കെ അങ്ങനെ തന്നെ. 6 മാസത്തിലൊക്കെ ഉള്ളത് വാഴയാണെങ്കിൽ അങ്ങനെ പറയാം. ആ വാഴക്കാണെങ്കിൽ അങ്ങനെ വാഴയും കുഴിച്ചിട്ടാൽ 6 മാസം നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഇന്നമാതിരി തെങ്ങ് 6 കൊല്ലം കഴിയുമ്പോഴേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ 1 കൊലയായിട്ടും 2 കൊലയായിട്ടും പിന്നെ അത് 10 കൊലയൊക്കെ കിട്ടൽ തുടങ്ങും. പിന്നെ നമ്മൾ കൊല ഇട്ടിട്ടില്ലേ നമുക്ക് ഇങ്ങോട്ട് നേരിട്ട് നമ്മളെ ഇങ്ങോട്ട് കീപ്പിട്ട് വന്നോളും. ഇന്നമാതിരി മൈലപ്സിൽ അപ്പൊ രണ്ട് സൈഡിലും 1,000 ആൾക്കാരായാലേ 1,000 റുപ്യക്ക് ഒരു പ്രൊഡക്റ്റ് എടുത്താൽ 10 ലക്ഷത്തിന്റെ കച്ചവടം നടന്നാൽ നമുക്ക് 1,20,000 20,000 കിട്ടൂലേ? കണക്ക് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ലേ? 10,000 10,000-ന് 1,200 കിട്ടിയിട്ടില്ലേ? 20,000 20,000-ന് 2,400 കിട്ടിയിട്ടില്ലേ? ഇങ്ങനെ 50,000 വരുമ്പോ അതിന്റെ 6,000 റുപ്യ കിട്ടിയിട്ടില്ലേ? 1 ലക്ഷം വരുമ്പോ 12,000 കിട്ടണില്ലേ? ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും 10 ലക്ഷം വരുമ്പോ അതും കിട്ടും. അപ്പൊ അത് 20 ലക്ഷം 17 ലക്ഷം 17 ലക്ഷം വരുമ്പോ 2,10,10,000 കിട്ടും. അതിനുള്ള ആളുകളെ നമ്മൾ ഉണ്ടാക്കണം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പോ നമ്മൾ ഐഡിയ അടിച്ച് ആളുകളെ അത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോയാല് ആ നമുക്ക് ഇപ്പൊ ഒന്ന് നമുക്ക് 25 കിലോമീറ്ററിലാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ PUC ഉണ്ടെങ്കിൽ നമ്മുടെ വാർഡില് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിന്റെ സൂപ്പർ മാർക്കറ്റുകൾ വരും. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ കണക്കൂട്ടി നോക്കി 1,000 ആൾക്കാർ 1,000 റുപ്യന്റെ 10,000 റുപ്യന്റെ ഒക്കെ സാധനങ്ങൾ മേടിച്ചില്ലേ? അരി മേടിച്ചണം, മല്ലി മേടിച്ചണം, മുളക് മേടിച്ചണം, ചായപ്പൊടി മേടിച്ചണം, പഞ്ചാര മേടിച്ചണം. ഇതൊക്കെ മൈ ലൈഫ് സ്റ്റൈലിന്റെ സാധനങ്ങൾ വരും. ഇപ്പൊ നമുക്ക് 150 സാധനങ്ങളാണെങ്കിൽ 1,000 സാധനങ്ങൾ 2030 വരും. 2050 പിൻ ടു പ്ലെയിൻ എന്നാ പറയുന്നത് കമ്പനി. മനസ്സിലാവുണ്ടോ? അപ്പൊ പിൻ ടു പ്ലെയിൻ എന്ന് പറയുമ്പോൾ മുട്ടുസൂചി മുതൽ ഏറെപ്ലെയിൻ വരെ. അപ്പൊ നമുക്ക് മിക്സി മേടിച്ചുമ്പോൾ ആയിട്ടും വണ്ടിക്ക് എണ്ണ അടിച്ചുമ്പോൾ ആയിട്ടും മറ്റേ തെല്ലാജി മേടിച്ചുമ്പോൾ ആയിട്ടും എന്ത് മേടിച്ചുമ്പോഴും നമ്മളെ ഇപ്പൊ ഈ BV കിട്ടുന്ന മാതിരി അന്ന് നമുക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കുക. നമ്മൾ ഏതായാലും ജീവിച്ചു പോവുകയാണ്. അപ്പൊ അത് വേറെ പണി ഉണ്ടെങ്കിൽ അതിന് ഓവർ ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഓവർ ടൈം ആകുമ്പോൾ നമുക്ക് അതിമേക്കാനും ശ്രദ്ധ, ഇതുമ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ കിട്ടണ മാതിരി അങ്ങനെ പോവുള്ളൂ. പക്ഷെ ഞാൻ ചെയ്ത മാതിരി ഫാം വിട്ടിട്ട് ഇതിലേക്ക് വന്നപ്പോ പിന്നെ ഇനിയിപ്പോ ഇതുമ്മ വരുമാനം ഉണ്ടാക്കല്ലാണ്ട് വഴിയില്ലല്ലോ. അപ്പൊ പിന്നെ അതിന് ആണ്ട് ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞില്ലേ. രാവിലെ വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്താല് വണ്ടിമ്മ ഇന്റെ ആദ്യം സ്കൂട്ടിമ്മ ഇങ്ങനെ ബോക്സ് കെട്ടിക്കുന്നത് നമ്മളെ അൽബേക്കിന്റെ ബോക്സ് ഇല്ലേ, അതില് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ ചെല്ലുമ്പോഴും മറ്റേ നമ്മളെ സാറന്മാരൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ കൂടെ കെട്ടിയിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് ഇലക്ട്രിക്കിന്റെ ഇപ്പൊ പുതിയ അച്ചീവ് പറയുമ്പോൾ നമ്മൾ സ്കൂട്ടി എടുത്തു. അതിന്റെ ശേഷം മൊബൈൽ നല്ലതൊന്ന് മേടിച്ചു. അതിനുശേഷം അതൊക്കെ നമ്മളെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും മൈ ലൈഫിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു ഇതാണല്ലോ, അത് മേടിച്ചു. ഇപ്പൊ ഇലക്ട്രിക്കിന്റെ 4,16,000 കൊടുത്തിട്ട് ഇലക്ട്രിക്കിന്റെ ഓട്ടോറിക്ഷ നമുക്ക് ഒരു 70 റുപ്യ വരുള്ളൂ ഒരു ദിവസത്തെ ചാർജ്. 150 കിലോമീറ്റർ വരെ എവിടെ വേണേലും പോയിട്ട് പോരാ. അത് ഇന്റെ അവസ്ഥ. അപ്പൊ അതില് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും സാധനം. എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെയെന്ന് പറയാൻ നമ്മളെയൊക്കെ സാധനം വേണം. അതല്ല ഇപ്പൊ നമ്മള് ഒരു അടുത്ത പീടിയിൽ പോയിട്ട് 1 കിലോ പഞ്ചാര വേണം, ഞാനത് മണ്ണാർക്കാട് പോയിട്ട് കൊടുന്നേരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ നിൽക്കുമോ? അത് പോലെ അപ്പുറത്തെ പീടി പോയി മേടിച്ചൂലെ? അപ്പൊ എന്നമാതിരി നമ്മളെയൊക്കെ സാധനം ചോദിക്കുന്ന സമയത്ത് കയ്യിൽ സ്റ്റോക്ക് വേണം. അതിനെന്തായാലും നമ്മളൊരു 25,000 റുപ്യന്റെ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് വെച്ചാല് അതിൽ നിന്ന് 1,000 റുപ്യക്ക് വിറ്റു 2,000 റുപ്യക്ക് വിറ്റു അത് നമ്മൾ കുടി ചെലവിന് എടുത്തു. ഇങ്ങനെ എടുത്താൽ 25,000 കഴിയും ചെയ്യും. പിന്നെ സ്റ്റോക്ക് വെക്കാൻ നമ്മളെയൊക്കെ കായുണ്ടാവില്ല. അപ്പൊ അതും ചെയ്യാൻ പാടില്ല. അതിലത്തെ ലാഭം കിട്ടുന്ന പൈസ മാത്രം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചെലവിലേക്ക് എടുക്കുക. മറ്റേത്
എന്തായാലും നമുക്ക് ചെലവ് നടന്നു പോകണല്ലോ. ഫുൾ ടൈം ആണെങ്കിൽ നമുക്ക് എല്ലാ ചെലവും ഒക്കെ കഴിഞ്ഞു പോയിട്ട് അതിന്റെ ലാഭം നമുക്ക് എടുത്താൽ. നേരെ മറിച്ച് ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെലവ് വേറെ പുറത്ത് പണിയിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇവിടുന്ന് കിട്ടുന്നത് ലാഭം മാത്രം എടുത്തിട്ട് മുതൽ അവിടെ വെച്ചുകൊണ്ട് അത് റീപർച്ചേസിങ് ചെയ്തുകൊണ്ട് അപ്പോഴാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് എല്ലാ ആഴ്ചയിലും നമുക്ക് വരുമാനം വരുള്ളൂ. നമ്മൾ ഈ ആഴ്ച എടുക്കും, നമുക്ക് അതിനൊരു വരുമാനം മൂന്നാമത്തെ ആഴ്ച കിട്ടും. പിന്നെ നാലാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുക. പിന്നെ 4 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ കമ്പനിയിൽ നിന്ന് എപ്പോഴെങ്കിലും കിട്ടേണ്ടതെന്ന് പറയാം. എന്നും കിട്ടണം, എല്ലാ ആഴ്ചയും കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു 10,000 രൂപയ്ക്ക് എടുക്കുക. അപ്പൊ എല്ലാ ആഴ്ചയിലും 1,200 വെച്ച് കിട്ടും. അതിനെന്ത് വേണം, നമ്മുടെ പവർ സൈഡും വീക്ക് സൈഡും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ അതൊക്കെ മാച്ച് ചെയ്തുകൊണ്ട് അപ്പൊ അത് എടുക്കുന്ന സമയത്ത് നമ്മളെ കൂടെ വന്ന ആൾക്കാർക്കും കൂടി ഒരു വരുമാനം കിട്ടുന്ന രീതിയിലൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഓൽക്കും വരുമാനം കിട്ടി, ഓലെയും കൂട്ടി പിടിച്ചുകൊണ്ട് അങ്ങനെ ഓർക്ക് മീറ്റിംഗ് വെച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. 7:54 15 മിനിറ്റ് ഒക്കെ റിവ്യൂ പറയാൻ വേണമെന്നാ പറഞ്ഞാൽ എന്തായാലും നിർത്തുകയാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും ഏതെങ്കിലും പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും, കിട്ടട്ടെ. അത് കിട്ടിയിട്ട് നിങ്ങളൊക്കെ വിജയിച്ച് കാണണം എന്ന് ഉള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും പോയി പങ്കെടുക്കുന്നത്. പല മീറ്റിങ്ങുകളിലും പോകാറുണ്ട്. പോയാലൊക്കെ ഇതേമാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോരാനാണ്, എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുത്താലുള്ളൂ നമുക്കിത് പറയാനും സാധിക്കുക, വേറെ ഒരുത്തൻ്റെ അടുത്ത് ഒരു സ്റ്റേജിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ റിവ്യൂ പറയില്ല, നമ്മൾ അനലൈസ് ചെയ്യൂല, നമ്മൾ ഗ്രൂപ്പിൽ വീഡിയോയിൽ വരൂല. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കൂല. ഇപ്പൊ വീഡിയോയിലൊന്നും നമുക്ക് ആളെ തന്നെ ഇതിൽ കാണാനില്ല, ആകെ കുറച്ച് ആൾക്കാരല്ലത്, 5-6 ആൾക്കാരുള്ള വീഡിയോയിൽ. അപ്പൊ നമ്മള് പരമാവധി പറ്റുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരാൻ ശ്രമിക്കണം, അനലൈസ് ചെയ്തിട്ട് റിവ്യൂ പറയാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ഗ്രൂപ്പുകളിൽ നമുക്കൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല, ഈ ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും എല്ലാ ദിവസങ്ങളിലും ഒരു 2 വാക്കെങ്കിലും നമുക്കൊരു ഈ മീറ്റിങ്ങിന് 1 മണിക്കൂർ കുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും 2 മീറ്റിംഗിലും ഒരു എന്തെങ്കിലും റിവ്യൂ പറഞ്ഞു ഒന്ന് പോയാല് പ്രോഗ്രാമിൽ എക്സ്ട്രാ പ്രോഗ്രാം ഉണ്ടല്ലോ നമുക്ക്, നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ, നമ്മളൊക്കെ അതിൽ പെട്ടതന്നെയല്ലേ. അപ്പൊ നമുക്കൊക്കെ അതിൽ വെച്ച് കാണാനും അതിൽ സ്റ്റേജിൽ കയറാനും ഒക്കെ എല്ലാ അവസരങ്ങൾ നമ്മുടെ മൊയ്തു സാറിനും MC മൊയ്തു സാറിനും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ കരീം സാറിനൊക്കെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.